വളരെയധികം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സംപൂജ്യ സ്വാമിജി, ഇന്നിവിടെ നിശ്ചയിക്കപ്പെട്ട പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായുള്ള ഈ കൂട്ടായ്മയിൽ എത്തിച്ചേർന്ന എൻ്റെ കുടുംബാംഗങ്ങളായ ബന്ധുജനങ്ങളായ എല്ലാവർക്കും വളരെ പ്രേമപൂർണമായ നമസ്കാരം. കാലാതിവർത്തിയായ സനാതന ധർമ്മം, ഇങ്ങനെയാണ് വിഷയം പറഞ്ഞത്. അഗാധവും അപാരവുമായ ഒരു വിഷയം. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ 4-5 കാര്യങ്ങളെ കുറിച്ച് പറയണം എന്നതാണ് ഉള്ളത്. 9 മണി വരെയാണ് സമയം നിശ്ചയിക്കപ്പെട്ടത്. നമ്മൾ തുടങ്ങാൻ കുറച്ച് വൈകി. എന്നാലും നിർത്തുന്ന കാര്യത്തിലും ഒരു സമയം പാലിച്ചാൽ 9 മണി. ചിലപ്പോൾ ഒരു വിഷയം അവസാനിപ്പിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ഒരു 5 മിനിറ്റ് കൂടുതൽ എടുത്താൽ അത് 9 മണി തന്നെയായിട്ട് ധരിച്ചു വെക്കണം. അങ്ങനെ ഒന്ന് മനസ്സ് ഇവിടെ തന്ന് കുറച്ച് സമയം ഒരുമിച്ച് ഒരു വിഷയത്തെ നോക്കിക്കാണാം. സ്വാമിജി പറഞ്ഞു, വളരെ മനോഹരമായ സ്വാഗത ഭാഷണത്തിലും പറഞ്ഞു. നല്ല സ്വാഗതം കേട്ടോ, വളരെ നന്നായിട്ടുണ്ട്. സമയം അധികം എടുക്കാതെ വളരെ ഭംഗിയായിട്ട്. അപ്പൊ സ്വാഗത ഭാഷണത്തിലും പറഞ്ഞു, സനാതനം, നാശരഹിതമായ ഭാവം എന്തിനുണ്ടോ അത് സനാതനം. ധർമ്മശബ്ദത്തെ സംബന്ധിച്ച് നമ്മുടെ ആചാര്യന്മാരെല്ലാം നിരവധി തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മുടെ മുന്നിൽ തന്നിട്ടുണ്ട്. നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ 1, 2, 3 കാര്യങ്ങളെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ധർമ്മശബ്ദം വ്യാസ ഭഗവാൻ തന്നതാണ് നമുക്ക് എന്തുകൊണ്ടും ക്ഷേമമായിട്ടുള്ള ഒന്ന്. അത് എല്ലാ പ്രജകളെയും ഒരുമിപ്പിച്ച് ചേർക്കുന്നതെന്തോ അത് ധർമ്മം. ധർമ്മോ ധാരയതി പ്രജ. വളരെ മനോഹരം, സുന്ദരം. പ്രജകളെ മുഴുവൻ ഒരുമിപ്പിച്ച് ചേർക്കുന്ന സൂത്രം ഉണ്ട്. അതിനെ ധർമ്മം എന്ന് വിളിക്കുന്നു. സ്വാഭാവികമായിട്ടും ധർമ്മത്തിൻ്റെ അടിസ്ഥാന രൂപം, തത്വം കൂട്ടിയിണക്കലാണ്, ഒരുമിച്ച് ചേർക്കലാണ്. അപ്പോൾ ഒരുമിച്ച് ചേർക്കുന്നതാണ് ധർമ്മം. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, വിവിധ ചെടികളിലുള്ള പൂക്കളെല്ലാം നമ്മൾ ശേഖരിച്ച് ഒരു സൂത്രം ഉപയോഗിച്ച് അവയെല്ലാം ഒരു മാലയാക്കി തീർക്കുമ്പോൾ ഈ ചെടി പൂക്കളെ ഒരുമിപ്പിച്ച് ചേർത്ത ഒരു സൂത്രമുണ്ട്, കൂട്ടി ഇണക്കുന്ന ഒരു സൂത്രമുണ്ട്. തൽക്കാലത്തേക്ക് ആ സൂത്രത്തെ നാം ധർമ്മം എന്ന് മനസ്സിലാക്കണം. അപ്പൊ ധർമ്മം എന്ന് പറഞ്ഞാൽ സർവ പ്രജകളും ചിന്നിച്ചിതറിപ്പോകാതെ എല്ലാവരെയും ഒരുമിപ്പിച്ച് ചേർക്കുന്ന ഒന്ന് ഏതാണോ അതിൻ്റെ പേര് ധർമ്മം. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മളെയൊക്കെ ഒന്നാക്കി നിലനിർത്തുന്ന, അദൃശ്യമാണ് എന്നാൽ അനുഭവത്തിലും നമുക്കുണ്ട്, നമ്മളെയെല്ലാം ഒന്നാക്കി നിലനിർത്തുന്ന എന്തോ ഒരു ശക്തിവിശേഷമുണ്ട്. ആ വിശേഷത്തെ നമുക്ക് ധർമ്മം എന്ന് പറയാം. അപ്പൊ കൂട്ടിയിണക്കലാണ് ധർമ്മം. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇഷ്ടികകൾ ചേർത്ത് വെച്ച് ഒരു ചുമരൊക്കെ ഉണ്ടാക്കി, ഒരു മേൽക്കൂരയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു വീടുണ്ടാക്കുമ്പോൾ ഒരു ഇഷ്ടികയെയും മറ്റൊരു ഇഷ്ടികയെയും ഒരുമിച്ച് ചേർക്കുന്ന സിമന്റ് പോലെ, എങ്ങനെയാണോ 2 ഇഷ്ടികകളെ ഒന്നാക്കി നിലനിർത്തുന്ന സിമന്റ് പോലെയാണ് ധർമ്മം. ധർമ്മം കൂട്ടിച്ചേർക്കുന്ന, കൂട്ടിയിണക്കുന്നതാണ് ധർമ്മം. വെറുതെ ഇഷ്ടികകൾ ഒന്നിനു മീതെ ഒന്നാക്കി വെച്ചാൽ അതൊരിക്കലും ഒരു ചുമരാകില്ല. ഒരുപക്ഷെ ചെറിയ ഒരു തൊടലോ ഒരു ഉന്തലോ തള്ളലോ മതി, അത് ഒന്നായി താഴെ വീഴും. അങ്ങനെ നിന്നാൽ ഒരിക്കലും അത് സമൂഹവുമാകില്ല. നമ്മൾ കുറെ പേർ ഒരുമിച്ച് ചേർന്നത് കൊണ്ട്
അതൊരു ജനക്കൂട്ടമാകും, അതൊരു സമാജമായി സമൂഹമായി മാറണമെങ്കിൽ നമുക്കിടയിൽ നമ്മളെ ഒരുമിപ്പിച്ച് ചേർക്കുന്ന ഒരു സൂത്രം വേണം. ഈ ഒരുമിപ്പിച്ച് ചേർക്കുന്നത് എന്തോ അതിനെയാണ് നമ്മൾ ധർമ്മം. അപ്പൊ നമ്മളെയൊക്കെ സമൂഹമെന്ന നിലയ്ക്ക് നമ്മളെയൊക്കെ ഒരുമിപ്പിച്ച് ചേർക്കുന്നതിൻ്റെ പേരാണ് ധർമ്മം. ധർമ്മോ ധാരയതി, നമ്മളെയൊക്കെ ഒരുമിപ്പിക്കുന്നത്, ചേർക്കുന്നത്, അത് ധർമ്മം. മനസ്സിലാക്കാൻ പ്രശ്നമില്ലല്ലോ, ഏതാണ്ടൊക്കെ മനസ്സിലാവുണ്ടല്ലോ. അതാണ് ധർമ്മം. അപ്പൊ ഒരുമിപ്പിച്ച് ചേർക്കുക, ഒരു ഒന്നാണെന്നൊരു ഭാവം ഉണ്ടാക്കുക, ഇതൊക്കെ ധർമ്മമാണ്. ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ധർമ്മത്തിന് ഇവിടെ ഒരു സ്വഭാവമുണ്ട്, അതൊരു പാരസ്പരികത നിലനിർത്തലാണ്. രണ്ടുപേർ തമ്മിൽ അല്ലെങ്കിൽ അതുപോലെ പല ആളുകളും ഒരുമിച്ച് ചേർക്കുന്ന, നമ്മളെയൊക്കെ ഒരുമിപ്പിക്കുന്ന ഒരു പാരസ്പരികതയാണ് ധർമ്മം. ഈ സത്യമാണ് ഭഗവത്ഗീതയിൽ ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയ പരമവാസ്യത എന്ന ഗീതാവാക്യം. ഏതാണോ ദേവന്മാരെ ഒരുമിപ്പിച്ച് ചേർക്കുന്നത് അത് തന്നെയാണ് മാനവരെയും ഒരുമിപ്പിച്ച് ചേർക്കുന്നത്. ദേവന്മാരെയും മാനവരെയും ഒരുമിപ്പിച്ച് ചേർക്കുന്ന ഒരു പാരസ്പരികതയുണ്ട്. ഈ പാരസ്പരികതയാണ് ഈ ലോകത്തിൽ സർവരെയും ഒരുമിപ്പിച്ച് ചേർക്കുന്നത്. അതാണ് പരമമായ ശ്രേയസിനൊരു വഴിയുള്ളൂ അർജുന എന്ന് പറഞ്ഞ ആ തത്വമാണ് ധർമ്മം. അത് പാരസ്പരികത നിലനിർത്തുന്നതാണ് ധർമ്മം. അതുകൊണ്ടാണ് ആ ധർമ്മത്തെ വീണ്ടും മഹാഭാരതത്തിലൂടെ ഭീഷ്മർ പറഞ്ഞത് ന രാജ ന രാജാസി ന ദണ്ഡ്യോ ന ച ദാണ്ഡികഃ ധർമ്മേണേവ പ്രജാ സർവ. ആരെ ഈ പ്രജകളെ മുഴുവൻ ഒരുമിപ്പിച്ച് ചേർക്കുന്നത്? രാജാവല്ല, നിയമമല്ല, ഭരണഘടനയല്ല, എല്ലാവരെയും ഒരുമിപ്പിച്ച് ചേർത്ത് നിർത്തുന്നത് ഒരൊറ്റ സത്യമാണത് ധർമ്മമാണ് യുധിഷ്ഠിര എന്ന് ധർമ്മരാഷ്ട്രത്തെ കുറിച്ചുള്ള ഭീഷ്മരുടെ വാക്കുകളിലും ഭീഷ്മർ പറഞ്ഞതും ഒരുമിപ്പിച്ച് ചേർക്കുന്ന ഒരു പാരസ്പരികതയെ നിലനിർത്തുന്നതാണ് ധർമ്മം. ഒന്നും കൂടി, ഒരുമിപ്പിച്ച് ചേർക്കുക, പാരസ്പരികത. എല്ലാ മേഖലയിലും ഈ പാരസ്പരികത വേണം. ഇപ്പൊ നമുക്ക് നമ്മളൊരു കൊള്ള സംഘം എന്ന് കേട്ടുകൊണ്ടിരിക്കട്ടെ. കൊള്ള സംഘത്തിനും അവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ അവർക്കിടയിൽ ഒരു പാരസ്പരികത വേണം, തീർച്ചയായിട്ടും വേണം. ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീം, ഈ ടീമിനെയും ഒരുമിപ്പിച്ച് ചേർക്കുന്ന, ഒന്നാക്കി നിലനിർത്തുന്ന ഒരു സൂത്രമുണ്ട്. അതാണ് അവരെ ഒരുമിപ്പിച്ച് ചേർത്ത് ഓരോരുത്തരും അവരവരുടെ സ്ഥിതിയിൽ നന്നായി കളിച്ച് വിജയം കൈവരിക്കുന്നത്. മറ്റൊരാളുടെ ധർമ്മത്തിൽ കയറി മറ്റൊരാൾ കളിക്കില്ല. അവനവന്റെ പരിധിയിൽ നിന്ന് മറ്റൊരാൾക്ക് അനുഗുണമാകുന്ന തരത്തിൽ, അവനെയും ഉയർത്താൻ പറ്റുന്ന തരത്തിൽ ഒരാൾ കളിക്കുമ്പോൾ ഫുട്ബോൾ കളിയിൽ അവർ വിജയിക്കും. അവിടെയും ഒരു പാരസ്പരികതയുണ്ട്. ഇതേ പാരസ്പരികത തന്നെയാണ് ക്രിക്കറ്റ് കളിയിലും. ഈ 11 പേരെയും ഒരുമിപ്പിച്ച് ചേർക്കുന്ന ഒരു സൂത്രമാണ് ഇവരെ വിജയിപ്പിക്കുന്നത്. സത്യത്തിൽ ഇത് തന്നെയല്ലേ ഒരു പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞ് ഒരു വലിയ വ്യാപാര സ്ഥാപനം നടത്തുക. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചും ഒരുമിപ്പിച്ച് ചേർക്കുന്ന ഒരു പാരസ്പരികതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ധർമ്മം എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുമിപ്പിച്ച് ചേർക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ധർമ്മത്തെ ഈ നിലയിൽ ഒന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ധർമ്മം എന്നാൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് ചേർക്കുന്നത്, എല്ലാവരെയും തമ്മിൽ ഒരുമിപ്പിക്കുന്ന പാരസ്പരികതയാണ് ധർമ്മം. ഇതാണ് ധർമ്മത്തെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാട്. രണ്ടാമത്തെ ഒരു കാഴ്ചപ്പാട്, ഈ ലോകം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ലോകം നിലനിൽക്കാൻ ഞാനും നിങ്ങളും നമ്മളും അടങ്ങുന്ന ഒരു സമൂഹം ജീവിതത്തിൽ ധാരാളം മൂല്യങ്ങളെ പരിപാലിക്കണം. ഈ മൂല്യങ്ങളെ പരിപാലിക്കുക വഴിയാണ് ഈ ലോകം ഇതുപോലെ നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത് നമ്മളെല്ലാം പരിപാലിക്കേണ്ട, നമ്മളെല്ലാം ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട സൂത്രമാണ്, മൂല്യമാണ് ധർമ്മം. ഓരോരുത്തരും ആചരിക്കേണ്ട, ജീവിതത്തിൽ ആചരിക്കേണ്ട ശ്രേഷ്ഠ മൂല്യങ്ങളുടെ പേരാണ് ധർമ്മം.
ഈ മൂല്യങ്ങൾ ഓരോരുത്തരും കൊണ്ട് നടന്നാൽ ഈ സമൂഹം, ഈ സമാജം, ഈ രാഷ്ട്രം, ലോകം മുഴുവൻ നന്നായി മുന്നോട്ട് പോകും. അങ്ങനെ ലോകത്തെ നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രേഷ്ഠങ്ങളായ മൂല്യങ്ങൾ ആചരിക്കണം. ഈ ശ്രേഷ്ഠമായ മൂല്യങ്ങളുടെ വാല്യൂസിന്റെ പേരാണ് ധർമ്മം. ഒരമ്മ, ഒരച്ഛൻ അവരവർ വീട്ടിൽ ചെയ്യേണ്ട എന്തൊക്കെയാണ് ശാശ്വത മൂല്യങ്ങൾ, വാല്യൂസ്, ഈ വാല്യൂസ് അവർ കൈകാര്യം ചെയ്താൽ, കൊണ്ടു നടന്നാൽ ആ വീട്ടിൽ ധർമ്മമുണ്ട്. ഇനി ഈ വാല്യൂസ് നമ്മൾ കൊണ്ടു നടക്കുന്നില്ല എന്നിരിക്കട്ടെ, ഈ ശാശ്വത മൂല്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പരിപാലിക്കുന്നില്ല എന്നിരിക്കട്ടെ, നമ്മൾ ഓരോരുത്തരും ഈ മൂല്യങ്ങൾ പരിപാലിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകില്ല എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ധാരാളം കാഴ്ചകളും ഉണ്ടാകും. ഇതിനെ നമ്മൾ അധർമ്മം എന്ന് പറയുന്നത്. മനസ്സിലാക്കാൻ പറ്റുമോ? അധർമ്മം എന്ന് പറയുന്നത് മൂല്യങ്ങളെ നമ്മൾ ജീവിതത്തിൽ പരിപാലിക്കാത്തത് നിമിത്തം നമ്മുടെ ജീവിതത്തിൽ ധാരാളം വീഴ്ചകൾ വരുന്നു. അധർമ്മമല്ല നമ്മുടെ ജീവിതത്തിൽ വീഴ്ച വരുത്തിയത്, ധർമ്മം പാലിക്കാത്തത് കൊണ്ടാണ് വീഴ്ച വന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ധർമ്മോ രക്ഷതി രക്ഷിതഃ. ഏതൊരു ശ്രേഷ്ഠ മൂല്യം നമ്മൾ ജീവിതത്തിൽ പരിപാലിക്കുന്നുവോ അത് നമ്മളെ രക്ഷിക്കും, അതേ നമ്മളെ രക്ഷിക്കും. അതുകൊണ്ട് ധർമ്മം എന്ന് പറഞ്ഞാൽ രണ്ടാമത് മനസ്സിലാക്കുക, ജീവിതത്തിൽ പരിപാലിക്കേണ്ട മൂല്യങ്ങളുടെ പേരാണ് ധർമ്മം. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ചില ശാശ്വത ധർമ്മങ്ങളുണ്ട്, ശാശ്വത മൂല്യങ്ങളുണ്ട്. ഈ മൂല്യങ്ങളെ പരിപാലിച്ചാൽ നമ്മൾ എല്ലാവരും ധർമ്മത്തെ പരിപാലിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ ധർമ്മം നമ്മളെയും രക്ഷിക്കും. അങ്ങനെ ധർമ്മത്തെ നമ്മൾ രക്ഷിച്ചാൽ ആ ധർമ്മം നമ്മളെ രക്ഷിക്കും. ക്ഷേത്രത്തെ നമ്മൾ രക്ഷിച്ചാൽ ക്ഷേത്രം നമ്മളെ രക്ഷിക്കും. മക്കളെ നമ്മൾ ശരിയായ വിധത്തിൽ നമ്മൾ നമ്മുടെ കടമകൾ ചെയ്താൽ കുഞ്ഞുങ്ങൾ അവരുടെ കടം വീട്ടും. കുട്ടികൾ അവരവരുടെ കടം വീട്ടണം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. വയസ്സായ അമ്മയച്ഛനും നോക്കണം, വയസ്സായ അമ്മയച്ഛനും പരിപാലിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് പറയുമ്പോൾ നമുക്കൊരു സുഖവുമുണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മൾ ചിന്തിക്കാറുണ്ടോ, എന്റെ നല്ല തുടുത്ത യൗവനത്തിൽ എനിക്കുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ ഞാൻ വേണ്ട വിധത്തിൽ എന്റെ കടമകളൊക്കെ നിർവഹിച്ചിരുന്നോ? എനിക്ക് ചില ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു, അത് ഞാൻ നന്നായി ചെയ്തിരുന്നു എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, കുഞ്ഞുങ്ങൾ അവരുടെ കടം വീട്ടും. നിങ്ങൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും കുഞ്ഞുങ്ങൾ അവർ നിങ്ങളെ നന്നായി ശുശ്രൂഷിക്കും. കുഞ്ഞുങ്ങളെ ശുശ്രൂഷ ലഭിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ധർമ്മത്തെ, ശാശ്വത മൂല്യങ്ങളെ നമ്മൾ സംരക്ഷിക്കണം, നമ്മൾ കൊണ്ടു നടക്കണം. നമ്മൾ ചെയ്താൽ കുഞ്ഞുങ്ങൾ അവരും അതെന്നെ ചെയ്യും. അതായത് അമ്മയും അച്ഛനും കുഞ്ഞുങ്ങളെ ശ്രദ്ധാപൂർവം കടമകൾ ചെയ്ത് പരിപാലിക്കണം. അല്ലെങ്കിൽ കുട്ടികൾ നമ്മളെ നോക്കും. എന്താ ചെയ്യാ? നോക്കും. പരിപാലനം ഉണ്ടാവില്ല. പരിപാലനം ഉണ്ടാകുന്നത് നമ്മൾ അവരെ പരിപാലിച്ചിരുന്നു. നമ്മൾ നമ്മുടെ ശ്രേഷ്ഠ മൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്നോ? കൊടുത്താൽ ഒരു സംശയവും വേണ്ട, അവർ അവരുടെ കടം വീട്ടും. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി കൂടിയില്ല. അച്ഛനും അമ്മയും കടമ നിർവഹിക്കുക, കുട്ടികൾ കടം വീട്ടുക. അല്ലാതെ കുട്ടികൾ കടം വീട്ടുന്നതിനെ പറ്റി ഘോരം നമ്മൾ പറയുക, നമ്മൾ നമ്മുടെ കടമകൾ ചെയ്യാതിരിക്കുക. നമ്മൾ നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ നമ്മൾ സംരക്ഷിച്ചില്ല, നമ്മൾ പകർന്നു കൊടുത്തില്ല, അത് തന്നെ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിലൂടെയും കാണിച്ചു തരും. ഗീതയുടെ ഉപക്രമത്തിൽ, ആരംഭത്തിൽ ധർമ്മശബ്ദത്തെ വിശദീകരിച്ചത് ജഗത് സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസഃ ഹേതുഃ യഹ സഹ ധർമ്മ. ഇത്രയും നല്ല വിശദീകരണം ഇനി ആരും തരാനില്ല. എന്തുകൊണ്ടും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒന്ന് ജഗത സ്ഥിതി കാരണം. ഈ ജഗത്ത് ഇങ്ങനെ നിലനിൽക്കാൻ എന്താണോ കാരണം, അതാണ് ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സിസ്റ്റമാണ്. എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ഒരു സ്ഥാപനം സ്ഥാപനമാക്കി നിലനിർത്തണമെങ്കിൽ അതിലൊരു സിസ്റ്റം ഉണ്ട്. വീട് വീടായി നിലനിൽക്കണമെങ്കിൽ അതിലൊരു സിസ്റ്റം ഉണ്ട്. നമുക്ക് എന്തൊക്കെ ഉയർച്ച വേണോ, അത് ആധ്യാത്മികമാകട്ടെ ഭൗതികമാകട്ടെ,
അത് സമുത്കർഷമാകട്ടെ നിശ്രേയസാകട്ടെ, അത് പരാവിദ്യയാകട്ടെ അപരാവിദ്യയാകട്ടെ, ഇങ്ങനെ ഏതൊന്നാണ് എൻ്റെ സമസ്ത ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എനിക്ക് വേണ്ടതെല്ലാം തരുന്നതെന്തോ അതും ധർമ്മം. ഏതായാലും ഈ ലോകത്തിൽ ഇതിന്റെ ഒക്കെ നിലനിൽപ്പിന്റെ അടിസ്ഥാനവും ധർമ്മമാണ്. ഇങ്ങനെ നിരവധി വിശദീകരണങ്ങൾ ധർമ്മത്തെ കുറിച്ചുണ്ട്. ഈ ധർമ്മത്തെയാണ് നമ്മുടെ പൂർവികന്മാരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത്. ഈ ധർമ്മം, അതായത് ഈ ശാശ്വത മൂല്യങ്ങൾ, ഈ സത്യം, അത് സനാതനമാണ്. കാലം മാറിയാലും ഇതിന് മാറ്റം ഉണ്ടാവില്ല. എല്ലാ കാലവും ഇത് നിലനിൽക്കും. ഏത് പുത്തൻ ആഗോളീവൽക്കരണമോ യന്ത്ര സാങ്കേതിക വിദ്യകളോ വിരൽത്തുമ്പിലെ വിസ്മയജാനിക എന്ന് പറയുന്ന നമ്മുടെ കയ്യിലുള്ള യന്ത്രപ്പുരയിലിരുന്ന് അഭിരമിക്കുമ്പോഴും ശാശ്വത മൂല്യങ്ങൾ എന്നും നിലനിൽക്കുന്നതാണ്. ഈ മൂല്യങ്ങളിലാണ് ലോകത്തിന്റെ നിലനിൽപ്പ്. സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാന്മാത്രമത, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ഇതെല്ലാം ശാശ്വത മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങൾ അപ്രത്യക്ഷമായാൽ ധർമ്മമില്ല. ഈ മൂല്യങ്ങളിലാണ് ധർമ്മം നിലനിൽക്കുന്നത്. ഈ മൂല്യം നമ്മൾ കൊണ്ട് നടന്നാൽ നമ്മൾ ധർമ്മത്തെ സംരക്ഷിക്കുന്നു. ഈ മൂല്യങ്ങൾ നമ്മൾ കൊണ്ട് നടക്കുന്നില്ലെങ്കിൽ അതുവഴി നമ്മുടെ ജീവിതത്തിൽ താഴ്ചയുണ്ടാകുന്നു. അപ്പൊ സ്വാഭാവികമായും ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുന്നു. സനാതന ധർമ്മം നശിക്കില്ല നശിക്കില്ല എന്ന് പറഞ്ഞാൽ നോക്കാതിരുന്നാൽ അതിന് ക്ഷയം വരും. ആരാ പറഞ്ഞ നശിക്കില്ല എന്ന്? നശിക്കില്ല എന്നത് അതിന്റെ സ്വഭാവമാണെങ്കിൽ കൊണ്ട് നടക്കണ്ടേ? കൊണ്ട് നടക്കാതെ അതൊരിക്കലും നശിക്കില്ല എന്ന് പറഞ്ഞാൽ ഏത് വിഭവമാണ് ഉപയോഗിക്കാതെ 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 അതിന് ക്ഷയം വരും. പിന്നെ ഇതാരാണോ കൊണ്ട് നടക്കണത് അവിടെ നടന്നോളൂ. അത് അമേരിക്കക്കാരൻ കൊണ്ട് നടന്ന സനാതന ധർമ്മം ഇവിടെ തന്നെ ഉണ്ടായിപ്പോകുന്നത് വല്ല നിർബന്ധമുണ്ടോ? ജർമ്മനി അത് കൊണ്ട് നടന്നാൽ അവിടെ സനാതന ധർമ്മം നടന്നോളൂ. ലോകത്തിന്റെ ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ഈ ശാശ്വത മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന സമൂഹമുണ്ടെങ്കിൽ ഈ ധർമ്മം നിലനിൽക്കും. അത് ഭാരതത്തിൽ തന്നെ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് ഈ ധർമ്മത്തെ ആര് സംരക്ഷിക്കുന്നുവോ അവിടെ ഈ ധർമ്മം നിലനിൽക്കും. ഇതാണ് സനാതന ധർമ്മം എന്നുള്ള നിലയിൽ ആ വാക്കിനെ സാമാന്യമൊക്കെ മനസ്സിലാക്കി വെക്കുക. പക്ഷെ മറ്റൊരു അത്ഭുതമുണ്ട്. ആ അത്ഭുതം, ഈ ധർമ്മത്തിന്റെ ഏറ്റവും വലിയ വിശേഷം, എപ്പോഴെങ്കിലും നേരത്തെ പറഞ്ഞ ഈ ശാശ്വത മൂല്യങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു തളർച്ച വന്നാൽ, ഈ ശാശ്വത മൂല്യങ്ങൾ എപ്പോഴെങ്കിലും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, ഈ ശാശ്വത മൂല്യങ്ങളെ ബോധപൂർവം നശിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ തുനിഞ്ഞിറങ്ങുമ്പോൾ ഈ ധർമ്മത്തിന് ഒരു ആന്തരികമായൊരു ചോദനയുണ്ട്. ഈ ധർമ്മം തന്നെ ഈ സാമൂഹ്യ തിന്മകളെ, ഈ മൂല്യങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതാരോ എന്തോ ആകട്ടെ, ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ മഹാപുരുഷന്മാർ, ദാർശനികന്മാർ, പണ്ഡിതന്മാർ, ധീരാത്മാക്കൾ, വീരന്മാർ, ധീരവനിതകൾ, കവികൾ, കലാകാരന്മാർ, സന്യാസിമാർ, ഋഷിമാർ, ഇങ്ങനെ തുടങ്ങി ഏതെങ്കിലും ഒരു ജഗത് പിതാവിന്റെ നിർദ്ദേശമനുസരിച്ച് ഒരു വ്യക്തിത്വം ഉണ്ടാകും. അതിനെ കൃഷ്ണനെന്നോ രാമനെന്നോ വിഷ്ണുവെന്നോ എന്തു പേരും വിളിക്കാം, എക്സ് എന്നോ വൈ എന്നോ വിളിക്കാം. ഈ സനാതന ധർമ്മത്തിന്റെ ഏറ്റവും അടിസ്ഥാനം, ആ ധർമ്മത്തിന് ശോഷണം സംഭവിച്ചാൽ, ഈ ശാശ്വത മൂല്യങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു താഴ്ച സംഭവിക്കുന്നു എന്ന് തോന്നിയാൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പ്രവർത്തനം ഉണ്ടാകും. അതാണ് അവതാരങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് നമ്മുടെ ഈ ധർമ്മത്തിന്റെ ഒന്നാമത്തെ വിശേഷമാണ്. ഈ സത്യത്തെ കുറിച്ചാണ് ഭഗവത്ഗീതയുടെ 4-ാം അധ്യായത്തിൽ 7, 8, 2 ശ്ലോകങ്ങൾ കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇതൊരു ശാശ്വതമായ സത്യം, ഒരു ഈശ്വരാവതാരം നമ്മുടെ മുന്നിൽ പറയുകയാണ്. എന്താ ഈശ്വരാവതാരങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശം? സാധുജന രക്ഷയും ദുഷ്ടനിഗ്രഹവുമാണ്. ഇതല്ല.
മറിച്ച് മൂന്നാമത് പറഞ്ഞതാണ് ധർമ്മ സംസ്ഥാപനാർത്ഥായ. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ അവതാരങ്ങളൊക്കെ ഉണ്ടായത് കൊല്ലാനാണെന്ന്. രാമൻ എന്തിനാ ജനിച്ചതെന്ന് ചോദിച്ചാൽ ഉടനെ നമ്മൾ പറയും രാവണനെ കൊല്ലാനാണെന്ന്. കൃഷ്ണൻ എന്തിനാ ജനിച്ചത് എന്ന് ചോദിച്ചാൽ ഉടനെ നമ്മൾ പറയും കംസനെ കൊല്ലാനാണെന്ന്. മഹിഷാസുരമർദ്ദിനി എന്ന് നമ്മൾ വിളിക്കുന്ന നവരാത്രിയുടെ ദിനങ്ങളിൽ നമ്മൾ ആരാധിക്കുന്ന ദേവീഭാവങ്ങളെല്ലാം എന്തിനാ അവതരിച്ചത്? അത് മഹിഷാസുരനെ കൊല്ലാനാണ്. സത്യത്തിൽ കൊല്ലാൻ ഒരു അവതാരവും ഇവിടെ ജനിച്ചിട്ടില്ല. സനാതന ധർമ്മം നശീകരണത്തിന്റെ, കൊല്ലുന്നതിന്റെ ധർമ്മമല്ല. മറിച്ച് ഇവിടെ എപ്പോഴാണോ ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുന്നത്, എപ്പോഴാണോ ധർമ്മം ക്ഷയിച്ചു പോകുന്നത്, ധർമ്മം എങ്ങനെ ക്ഷയിക്കുക? ധർമ്മത്തെ കൊണ്ടു നടക്കാതിരിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ധർമ്മത്തിന് മൂല്യങ്ങൾക്ക് എപ്പോഴെങ്കിലും ശോഷണം സംഭവിച്ചാൽ വർദ്ധിച്ചു വരുന്ന അധർമ്മത്തെ വർദ്ധിപ്പിക്കാനല്ല, ക്ഷയിച്ചു വരുന്ന ധർമ്മത്തെ കൂടുതൽ കൂടുതൽ ഉയർത്താനാണ് ഈശ്വരാവതാരം. കൊല്ലാനല്ലേ? കൊല്ലാനാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കരുത്. ശ്രീരാമചന്ദ്രൻ ജനിച്ചത് ഋഷിവാടങ്ങളിൽ തപം ചെയ്ത, അരണ്യങ്ങളിൽ തപം ചെയ്ത, ആരണ്യകങ്ങൾ നമുക്ക് സമ്മാനിച്ച, സംഭാവന ചെയ്ത വിജ്ഞാനത്തിന്റെ ജീവരൂപങ്ങളായിട്ടുള്ള ഋഷിമാരെ സംരക്ഷിക്കണം. അറിവ് തപം ചെയ്ത് അറിവിനെ സംശീകരിച്ച, അറിവിന്റെ വിജ്ഞാനത്തിന്റെ സ്രോതസ്സുകളെ വറ്റാതെ നിലനിർത്തണം. രാമന്റെ ജന്മോദ്ദേശം രാവണനെ കൊല്ലലല്ല. രാമന്റെ ജന്മോദ്ദേശം ഇവിടെ വിജ്ഞാന സ്രോതസ്സുകളായ ഋഷിമാരെയും ഋഷിവാദങ്ങളെയും സംരക്ഷിക്കുക, ധർമ്മത്തെ കൂടുതൽ കൂടുതൽ പ്രോജ്വലമാക്കുക. മനസ്സിലാവണേ? ധർമ്മ സംരക്ഷണമാണ് രാമന്റെ അവതാര ലക്ഷ്യമല്ലാതെ രാവണനെ കൊല്ലലല്ല. രാവണനെ കൊല്ലൽ ഈ ധർമ്മ സംരക്ഷണം ചെയ്തു വന്നപ്പോൾ ചെയ്യേണ്ടി വന്ന ഒന്നാണ്. ഏതാണോ ഈ വിജ്ഞാന സ്രോതസ്സുകളെ, ഋഷിവാദങ്ങളെ, യാഗങ്ങളെ, യജ്ഞങ്ങളെ, വേദത്തെ ആരാണോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അവരെ ഇല്ലാതാക്കിയിട്ടുണ്ടാകാം. അവരെ ഇല്ലാതാക്കാനല്ല വന്നത്, വിജ്ഞാനത്തെ, വേദത്തെ, അറിവിനെ സംരക്ഷിക്കാനാണ്. അപ്പൊ ശ്രീകൃഷ്ണൻ ജനിച്ചത് എന്തിനാ? സത്യത്തിൽ കൃഷ്ണൻ ജനിച്ചത് ഭഗവത്ഗീത പറയാൻ തന്നെയാണ്. ഗീതാകൃഷ്ണനാണ് നമ്മളുടെ മുന്നിലുള്ള മാതൃകാ വ്യക്തിത്വം. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ മുന്നിൽ ഇന്ന് മാതൃകാ വ്യക്തിത്വം രാധാകൃഷ്ണനാണ്. രാധയോട് ചേർന്നിരിക്കുന്ന കൃഷ്ണനെ, ആ മുരളീഗാന വല്ലഭനെ, ആ പ്രേമഭാജനത്തെ, കാമുകനായ കള്ളകൃഷ്ണനെ, വെണ്ണ കട്ടു തിന്നുന്ന ഉണ്ണിക്കണ്ണനെ, ഗോവർദ്ധനധാരിയെ, അല്ലെങ്കിൽ ഒരു പാമ്പിന്റെ മുകളിൽ കാളിയ മർദ്ദനം ചെയ്യുന്ന കൃഷ്ണനെ, ദാമോദരനെ, ഇതൊക്കെയാണ് കൃഷ്ണനെ കുറിച്ചുള്ള നമ്മുടെ മനസ്സിലുള്ള സങ്കല്പങ്ങൾ. അല്ലാതെ നമ്മുടെ ഉള്ളിൽ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ? ഗീതാകൃഷ്ണനുണ്ടോ? ഭഗവത്ഗീത നമ്മളുടെ മുന്നിൽ സർവ വേദാന്ത സാരസർവസ്വം, സർവവേദവും കാച്ചിക്കുറുക്കി സർവ ഉപനിഷത്തിന്റെയും സാരസർവസ്വമായി നമുക്ക് സമ്മാനിച്ച, വേദ സംരക്ഷണാർത്ഥം ജനിച്ച, വേദത്തെ സംരക്ഷിക്കാൻ ജനിച്ച, വേദത്തെ വീണ്ടും കാച്ചിക്കുറുക്കിയ വാക്കുകൾ കൊണ്ട് 2800 വരികൾ കൊണ്ട് നമുക്ക് സമ്മാനിച്ച ആ കൃഷ്ണൻ സത്യസന്ധമായി ഒന്ന് പറയൂ, നമ്മുടെ മനസ്സിലുണ്ടോ? കൃഷ്ണൻ ജനിച്ചത് വിജ്ഞാനത്തെ, വേദത്തെ, ജ്ഞാനത്തെ അതിനെ നിലനിർത്താനാണ്. കാരണം ഈ ധർമ്മത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത, ഈ ധർമ്മത്തിന് എവിടെയെങ്കിലും ഒരു ലോപം സംഭവിച്ചാൽ, ഈ ധർമ്മം എവിടെയെങ്കിലും ഒന്ന് ശോഷണം സംഭവിച്ചാൽ, വർദ്ധിച്ചു വരുന്ന അധർമ്മത്തെ വർദ്ധിപ്പിക്കാനല്ല, ഈ ധർമ്മത്തെ അതിനെ വീണ്ടും പുനഃസ്ഥാപിക്കാനാണ് ഈശ്വരാവതാരം. ധർമ്മ സംരക്ഷണമാണ്. അല്ലാതെ ശിഷ്ടന്മാരെ രക്ഷിക്കലോ ദുഷ്ടന്മാരെ കൊല്ലലോ അല്ല അവതാര ലക്ഷ്യം. ധർമ്മ സംരക്ഷണമാണ്. അതാണ് ഈ ധർമ്മത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. അത് വേണ്ടതിനെ നിലനിർത്തും, വേണ്ടാത്തതിനെ വേരോടുകൂടി പിഴുതു കളയും. ഏതുപോലെ ഒരു നല്ല പൂന്തോട്ടം മനസ്സിൽ കാണും.
ലോകത്തിലെ ഏറ്റവും നല്ല പൂന്തോട്ടങ്ങളുടെ കൂട്ടത്തിൽ 3 എണ്ണമുണ്ട്. ഒന്ന് രാവണന്റെ ഉദ്യാന നഗരി പ്രമദാവനം, അല്ലെങ്കിൽ ചൈത്രരഥവും നന്ദനോദ്യാനവും. അമരാവതിയിലെ സുന്ദരമായ ദേവലോകത്തിലെ നന്ദനോദ്യാനവും കുബേരന്റെ ചൈത്രരഥവും രാവണന്റെ പ്രമദാവനവും 3 മനോഹരമായ ഉദ്യാനങ്ങൾ മനസ്സിൽ കാണുന്നു. ഈ ഉദ്യാനങ്ങൾ സംരക്ഷിക്കാൻ ഒരു തോട്ടക്കാരനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ തോട്ടക്കാരന്റെ ധർമ്മം എന്താ? തോട്ടക്കാരൻ എന്തിനാ ജോലിക്ക് തോട്ടക്കാരനെ അവിടെ നിർത്തിയിട്ടുള്ളത്? തോട്ടക്കാരന് ധർമ്മം രണ്ടെണ്ണം മാത്രമാണ്. ഒന്ന്, ഈ പൂന്തോട്ടത്തിലുള്ള ചെടികൾ ഓരോന്നിനും അവയുടെ ജന്മലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഈ ചെടികൾക്ക് ആവശ്യമുള്ള മണ്ണും വെള്ളവും വളവും കൊടുത്ത് ഈ ചെടികളുടെ ജന്മലക്ഷ്യത്തിലേക്ക് അവരെ സഹായിക്കുക, സംരക്ഷിക്കുകയാണ് ഈ തോട്ടക്കാരന്റെ ഒന്നാമത്തെ ധർമ്മം. നിലനിർത്തലാണ് ഒന്നാമത്തെ ധർമ്മം. രണ്ടാമത്തെ ധർമ്മം, ഈ ചെടികളുടെ വളർച്ചയെ കാര്യമായി ബാധിക്കുന്ന നിരവധി കളകളുണ്ട് ആ തോട്ടത്തിൽ. ഈ ചെടികൾക്ക് അവയുടെ ജന്മലക്ഷ്യം നേടുവാനായിട്ടുള്ള മുന്നോട്ട് പോക്കിൽ അതിനെ പിന്നോട്ട് വലിക്കുന്ന, വളർച്ചയെ മുരടിപ്പിക്കുന്ന, അവരുടെ കണ്ണിന് ആ ചെടികൾക്ക് മുന്നോട്ട് പോകാൻ പ്രേരണ കൊടുക്കുന്ന, അതിനുള്ള അന്തരീക്ഷം ഒരുക്കുമ്പോൾ അതിനെ നശിപ്പിക്കുന്ന കളകളെ കണ്ടെത്തി വേരോടുകൂടി പിഴുത് കളയലാണ് തോട്ടക്കാരന്റെ രണ്ടാമത്തെ ധർമ്മം. ഒന്ന്, സംരക്ഷണമാണ്. രണ്ട്, സംരക്ഷിക്കേണ്ടതിനെ പിന്നോട്ട് വലിക്കുന്ന, അവരെ പ്രലോഭിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരെ വഴിതെറ്റിക്കുന്ന, അല്ലെങ്കിൽ പൂമുട്ടായിരിക്കെ പുഴുക്കുത്തേറ്റ് നശിക്കാതെ സംരക്ഷിക്കുന്ന. രണ്ടാമത്തെ, അതിനു പറ്റിയ കളകളെ വേരോടെ പിഴുത് കളയുക. 2 ധർമ്മല്ലേ ഉള്ളൂ ഒരു തോട്ടക്കാരന്. ഇത് തന്നെ അവതാരങ്ങൾ. ഇവിടെ എല്ലാ അവതാരങ്ങളും ഉണ്ടായതും ഈ ഉദ്ദേശത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ ദേവകാര്യമല്ലേ ശരിക്കും ഒരു പാരന്റിന് ചെയ്യാനുള്ളൂ? ഒരമ്മ, അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമുക്ക് ചെയ്യാൻ 2 കാര്യങ്ങളേ ഉള്ളൂ. 2 കാര്യം നമ്മൾ ചെയ്യേണ്ടത്. പാരന്റ് എന്ന് പറഞ്ഞാൽ പേ റെന്റ് എന്ന അർത്ഥം. എന്താ പാരന്റ്? അച്ഛനമ്മയല്ല. പാരന്റ് എന്ന് പറഞ്ഞാൽ പേ റെന്റ്. നമുക്ക് റെന്റിന് വാടകയ്ക്ക് 1, 2, 3 മക്കളെ തന്നിട്ടുണ്ട്. ഹിന്ദുക്കളായതുകൊണ്ട് ഒരെണ്ണത്തിന് തന്നിട്ടുണ്ട്. ആകെ തന്നത് ഒരെണ്ണത്തിന്, 2 എണ്ണത്തിനോ അതെന്നെ കഷ്ടപ്പെട്ടിട്ട തന്നത്. വാടകയ്ക്ക്, റെന്റിനാ തന്നത്. തരുമ്പോൾ നല്ല മക്കൾ. നമ്മൾ ചിരിച്ചാൽ നിഷ്കളങ്കമായ ചുണ്ടുകൾ വിടർത്തി നമ്മുടെ മുന്നിൽ പൂപ്പുഞ്ചിരി പൊഴിക്കുന്ന കുഞ്ഞുങ്ങൾ. അവരെ നമ്മൾ വളർത്തി 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 നല്ല മാനവനാക്കി, മനുഷ്യനാക്കി ഈശ്വരന് തിരിച്ചു കൊടുക്കണം. അങ്ങനെ ഈശ്വരന് തിരിച്ചു കൊടുക്കാൻ ഈശ്വരനുമായൊരു കരാറുണ്ട് നമുക്ക്. അങ്ങനെ പേ റെന്റ് എന്ന പാരന്റാണ് നമ്മൾ. ആ പാരന്റിന് ചെയ്യാൻ 2 ധർമ്മം. എന്താണോ ഈ കുഞ്ഞിന്റെ ജന്മോദ്ദേശം, ജന്മലക്ഷ്യം, എന്തിനാണോ ഈ കുഞ്ഞിനെ ഈശ്വരൻ എനിക്ക് തന്നത്, അവനെ നല്ല അവബോധന എന്ന അവബോധന സാമർഥ്യമുള്ള ആ കുഞ്ഞിനെ ജീവിത ലക്ഷ്യം നേടുവാനായി പ്രാപ്തനാക്കാൻ, അവന്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ അവനെ മുന്നോട്ട് നയിക്കുക എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ കർത്തവ്യം. ഒന്നാമത്തെ കർത്തവ്യം ജന്മലക്ഷ്യം നേടുന്നതിന് അവരെ പ്രാപ്തരാക്കുക. മറക്കരുത്, ഒന്നാമത്തെ കർത്തവ്യം ജന്മലക്ഷ്യം നേടുന്നതിന് അവർക്ക് വേണ്ട മണ്ണും വെള്ളവും വളവും കൊടുത്ത് അവരെ വളർത്തുക. പോരാ, അവർ മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ ലോകത്ത് പ്രലോഭനങ്ങളുടെ ലോകം, പ്രത്യേകിച്ചും എവിടെ വേണമെങ്കിലും വഴിതെറ്റിപ്പോകാം. നടന്നു നീങ്ങുന്ന ഓരോ കാൽപാദം വെക്കുന്നിടത്തും എവിടെ വേണമെങ്കിലും ഒരു സ്ഥാനഭ്രംശം സംഭവിക്കാം. പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ യന്ത്രപ്പുരയുടെ സാങ്കേതിക വിദ്യകളുടെ ഈ ലോകത്ത് മുന്നോട്ട് പോകണമെങ്കിൽ വളരെ കഷ്ടം. അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിത ലക്ഷ്യം നേടുന്നത് എവിടെയെങ്കിലും അവർക്കൊരു സ്ഥാനഭ്രംശം വരാതെ അവരുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള
ഓരോ വീഴ്ചകളെയും നേരത്തെ കൂട്ടി മനസ്സിലാക്കി ആ കളകളെ വേരോടുകൂടി പിഴുത് കളയലാണ് പാരന്റിന്റെ രണ്ടാമത്തെ ധർമ്മം. ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ടോ? ഒന്ന്, ആ കുഞ്ഞിനൊരു ജീവിത ലക്ഷ്യമുണ്ട്, വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ജനിച്ച കുഞ്ഞുങ്ങളാണ്, ആകാശസീമകളെ കീഴടക്കേണ്ട വർണ്ണാഭമായ നിറങ്ങളോടുകൂടിയിട്ടുള്ള കൊച്ചു ചിത്രശലഭങ്ങളാണ്. ഈ ചിത്രശലഭങ്ങൾക്ക് ഈ വിഹായസിൽ പറന്നുയരാൻ, അവരുടെ ജന്മലക്ഷ്യത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ ചെയ്യുന്നുണ്ടോ? ഒന്നാമത്തെ ധർമ്മം ചെയ്യുന്നില്ല. നോക്കൂ, ഈ ധർമ്മം നമ്മൾ ചെയ്യാതിരുന്ന രണ്ടാമത്തെ കാര്യം അതും ചെയ്യുന്നുണ്ടോ? അവരുടെ വളർച്ചയെ ബാധിക്കുന്ന, മുട്ടായിരിക്കുമ്പോൾ പുഴുക്കുത്തേറ്റ് നശിക്കാതെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വീഴ്ചകളെ കണ്ടെത്തി വേരോടെ പിഴുതെറിഞ്ഞ് കളയുന്നുണ്ടോ? ദുർവാസനകൾ, അലസത, എന്തൊക്കെയാണോ ആസുരിക ഗുണങ്ങൾ. ഭഗവത്ഗീതയിലെ 16-ാം അധ്യായം ദൈവാസുര സന്ദർഭിഭാഗ യോഗം. ദൈവിക ഗുണങ്ങൾ 26 എണ്ണി എണ്ണി പറഞ്ഞ കൃഷ്ണൻ ആസുരിക വാസനകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ദംഭോ ദർപ്പോഭിമാനശ്ച ക്രോധ പാരുഷ്യമേവച എന്ന് തുടങ്ങിയിട്ട് പറഞ്ഞ ഈ ആസുരിക വാസനകളെ, വളർച്ചയെ കാര്യമായി തടസ്സപ്പെടുത്തുന്ന ഈ ദുർവാസനകളെ വേരോടെ പിഴുത് കളയുന്നുണ്ടോ? ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ ധർമ്മം എങ്ങനെ നിലനിൽക്കും? കുട്ടികൾ എങ്ങനെ വർത്തമാനകാലത്തിൽ മുന്നോട്ട് പോകും? അവരെങ്ങനെ നമ്മളെ സ്നേഹിക്കും? നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാളും അധികം സ്നേഹിക്കുന്നതാണ് ചുറ്റുപാടുമെല്ലാം. അങ്ങനെ സ്നേഹിക്കുന്ന പലതുമുണ്ട്. ഭക്ഷണത്തിന്റെ രൂപത്തിൽ, ഫ്രണ്ട്ഷിപ്പിന്റെ രൂപത്തിൽ, പല പല രൂപത്തിൽ പലതുമുണ്ട്. അപ്പോൾ ഈ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അവതാരങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ് മറക്കരുത്. സനാതന ധർമ്മം സ്ഥായിയായി സ്ഥിരമായി നിലനിൽക്കും എന്ന് പറയാൻ കാരണം അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈശ്വരാവതാരങ്ങൾ ഉണ്ടാകും. അവതാരങ്ങളുടെ ജീവിത ലക്ഷ്യം, തോട്ടക്കാരന്റെ ജീവിത ലക്ഷ്യം, ഒരു പാരന്റിന്റെ ജീവിത ലക്ഷ്യവും രണ്ട് കാര്യം, ഈ കാര്യങ്ങളും മനസ്സിലുണ്ടാകും. രണ്ടാമത്തെ വിശേഷം, ഈ ധർമ്മം ഇതിന് മതത്തിൻ്റെതായ സങ്കുചിതത്വം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ സനാതന ധർമ്മം, അതിനെ മറ്റേതെങ്കിലും ഒരു പേരിട്ട് വിളിക്കണമെങ്കിൽ ഹിന്ദു ധർമ്മം, ഇനിയും ഒന്നുകൂടി ചുരുക്കണമെങ്കിൽ ഹിന്ദുത്വം, അല്ലാതെ ഹിന്ദു ജീവിത പദ്ധതി, ഹൈന്ദവീയത, ഹിന്ദുയിസം, എന്ത് പേരിട്ട് വിളിച്ചാലും ഒറ്റ പേരാണ് സനാതന ധർമ്മം. ഈ സനാതന ധർമ്മത്തിന്, ഹിന്ദു ധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് മതം അല്ല, ഇതൊരു സംസ്കാരമാണ്. ഇതിന് ഏകപക്ഷീയമായ, വേലി കെട്ടി തിരിച്ചിട്ടുള്ള ശുഷ്കമായ ഒരു ചിന്തയല്ല, ഇത് വിശാലമായ ചിന്തയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ പ്രത്യേകത മനസ്സിലാക്കുക, അത് മതമല്ല, ധർമ്മമാണ്. ഇതാണ് ഒന്നാമത്തത്. അവതാരങ്ങൾ ഉണ്ടാകും. രണ്ട്, ഇത് മതമല്ല, ധർമ്മമാണ്. എന്താ മതവും ധർമ്മവും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോ മതം എന്നത് ഏകപക്ഷീയമാണ്. നമ്മൾ ഭക്ഷണം മാത്രം എടുക്കും. ഭക്ഷണത്തിൽ ഒരു സ്വാദ്, ഒരു നിറം, ഒന്ന് മാത്രമുള്ള ഭക്ഷണം ഏതോ അത് മതം. ഏതാണോ വിവിധ നിറങ്ങളിലുള്ള കറികളുടെ കൂട്ടായ്മ, ഏതാണോ വിവിധ സ്വാദുകളിലുള്ള കറികളുടെ കൂട്ടായ്മ, ആ സദ്യ സംസ്കാരമാണ്. മതം ഏകപക്ഷീയമാണ്. തെറ്റിദ്ധരിക്കില്ലെങ്കിൽ മാത്രം, തെറ്റായി എടുക്കില്ലെങ്കിൽ മാത്രം ഒരു വിഭവത്തിന്റെ പേര് പറയട്ടെ, ബിരിയാണി. ഒരു നിറം, ഒരു സ്വാദ്, ഒന്ന് മാത്രം. നല്ല ഒരു സദ്യയെ കുറിച്ച് ഓർക്കും. എത്ര നിറങ്ങളുണ്ട്? വിജിയോ എന്ന് പറയുന്ന വിവിധ നിറങ്ങളുടെ കൂട്ടായ്മ അതിനുള്ളിലുണ്ട്. അതിൽ പച്ചയുണ്ട്, ഇടുന്ന ഇല പച്ചയാണ്, മഞ്ഞയുണ്ട്, നീലയുണ്ട്, കറുപ്പുണ്ട്. ഇനി എന്തൊക്കെ നിറം നമുക്ക് വേണം, ഒക്കെ അതിൽ നിന്ന് നമുക്ക് എടുക്കാം. ഇതിന് സ്വാദ് നോക്കിയാൽ വ്യത്യസ്ത സ്വാദുകളിലുള്ളത്, മധുരമുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്, എന്തൊക്കെ വേണോ നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടാകും.
മതം ഏകപക്ഷീയവും സംസ്കാരം അഥവാ ധർമ്മം അത് ബഹുത്വവുമാണ്, അത് വിശാലമാണ്, അതിന് സങ്കുചിതത്വമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മുന്നിലും 17 കറികളുള്ള ഒരു നല്ല സദ്യ വിളമ്പിയാൽ നിങ്ങൾക്ക് ആ സദ്യയിൽ നിന്ന് ഇഷ്ടമുള്ള സ്വാദുള്ളത് തിരഞ്ഞെടുക്കാം. നിങ്ങൾ ഇന്നത് കഴിക്കണമെന്ന് ആരോടും പറയില്ല. ഇന്നത് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കുന്ന ആരും പറയില്ല. ഏതാണോ നമുക്ക് ഇഷ്ടപ്പെട്ടത്, എന്താണ് നമ്മുടെ അഭിരുചി, അതിനനുസരിച്ച് സെലക്ട് ചെയ്യാനുള്ള ഒരു വലിയ വിഭവങ്ങളുടെ ശേഖരണമാണ് ധർമ്മം അഥവാ സംസ്കാരം. മതത്തിൽ ഏകപക്ഷീയം ഒന്നുള്ളൂ. ഒന്നുകൂടി മനസ്സിലാക്കാൻ കേട്ട് പരിചയപ്പെട്ട ഒരു ഉദാഹരണം മാത്രം ചുരുങ്ങിയ രൂപത്തിൽ പറയാം. സംഭൂജ്യ മൃഗാനന്ദ സ്വാമികൾ എല്ലാവർക്കും അറിയാം. സ്വാമിജി ഒരിക്കൽ മലപ്പുറം ജില്ലയിൽ ഒരു മതസമ്മേളനം കഴിഞ്ഞ് എല്ലാ മതങ്ങളുടെയും വിശേഷപ്പെട്ട വ്യക്തികളെ വിളിച്ചു വരുത്തിയ ആ മതസമ്മേളനം കഴിഞ്ഞ് സ്വാമിജി തിരിച്ച് മലപ്പുറം ജില്ലയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വരികയാണ്. രാമകൃഷ്ണ മഠത്തിലെ പിതൃതുല്യനായിട്ടുള്ള സന്യാസി വര്യൻ മൃഗാനന്ദ സ്വാമികൾ വരുന്ന വഴിക്ക് സ്വാമിജിയുടെ കൂടെ ആ മതസമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു പള്ളിയിൽ അച്ഛനും കൂടി. അദ്ദേഹം ചോദിച്ചു, സ്വാമിജി തൃശ്ശൂർക്കല്ലേ? സ്വാമിജി അതെ, ഞാനും കൂടി കാറിൽ പോരട്ടെ തൃശ്ശൂർ വരെ? തീർച്ചയായിട്ടും വരൂ. അങ്ങനെ അവർ രണ്ടുപേരും ആ ഡ്രൈവറും കൂടെയുള്ള ഒരു സഹായിയുമായിട്ട് അവർ ഈ തൃശ്ശൂർ ജില്ലയിലേക്ക് വരികയാണ്. വരുന്ന വഴിക്ക് സ്വാമിജിയുടെ വലിയൊരു ഭക്തനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അതായത് സ്വാമിജിയോട് നേരത്തെ പറഞ്ഞിരുന്നു, സ്വാമിജി തിരിച്ചു വരുമ്പോൾ കടവല്ലൂർ അടുത്തുള്ള എൻ്റെ വീട്ടിലൊന്ന് വരണം സ്വാമിജി, ഒന്ന് കയറുക, എൻ്റെ വീട് ഒന്ന് കാണുക, അത്രയും മതി സ്വാമിജി. സ്വാമിജി തിരിച്ചു വരുമ്പോഴാണ് ഈ പള്ളിയിൽ അച്ഛനെ ഈ കാറിൽ കയറ്റിയതിനു ശേഷമാണ് സ്വാമിജി ഓർത്തത്, അയ്യോ അവിടെ ഒന്ന് കയറണമല്ലോ. അപ്പോൾ വളരെ അച്ഛന് വല്ല വിഷമം തോന്നുമോ? അത് മനസ്സിലാക്കിയിട്ട് സ്വാമിജി പറഞ്ഞു, അതെ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ വരുന്ന വഴിക്ക് ഒരു 15 മിനിറ്റ് എൻ്റെ ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തിയുടെ വീടുണ്ട്, അവിടെ ഒന്ന് കയറി ഇറങ്ങിയാൽ കുഴപ്പമുണ്ടോ? അച്ഛൻ പറഞ്ഞൊരു കുഴപ്പമില്ല. അപ്പൊ എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് പോവാലോ. അങ്ങനെ അവർ ഒരുമിച്ച് ആ ഭക്തന്റെ വീട്ടിൽ കയറി. വീട്ടിൽ കയറിയപ്പോൾ സ്വാമിജിയാണ് വന്നിരിക്കുന്നത്. ഭാരതത്തിന്റെ മണ്ണിന്റെ നിറമുള്ള കാവിവസ്ത്രം ധരിച്ച, ഭാരതീയതയെ സ്വജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന, എല്ലാ ഏഷണകളെയും മാറ്റിക്കളഞ്ഞ ഭാരതത്തിന്റെ മുഖമാണ് ഭാരത ഋഷി. ആ സന്യാസി വര്യൻ വന്നപ്പോൾ സ്വാഭാവികമായും പൂജാമുറി ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് ഒരു ഭക്തന്റെ മനസ്സിലൊരു ആഗ്രഹം. സ്വാമിജിയോട് പറഞ്ഞു, സ്വാമിജി അങ്ങന്റെ വീട്ടിലെ പൂജാമുറി ഒന്ന് കാണണേ. സ്വാമിജിയോട് അടുക്കള കാണണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്വാമിജിയോട് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കാണും സ്വാമിജി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്വാമിജിയോട് ആ പൂജാമുറി ഒന്ന് കാണണേ സ്വാമിജി. സ്വാമിജി പറഞ്ഞു തീർച്ചയായും. സ്വാമിജി ആ പൂജാമുറിയുടെ അടുത്ത് വന്നു. നല്ല സാമാന്യം വലുപ്പമുള്ള ഒരു പൂജാമുറി. ആ പൂജാമുറിയുടെ അടുത്തെത്തിയപ്പോൾ തന്നെ ഭക്തൻ പറഞ്ഞു, സ്വാമിജി ഒരു കർപ്പൂര ആരതി കൂടി ഒന്ന് ഒഴിയണേ. സ്വാമിജി ഒരു കർപ്പൂര ആരതി ഒഴിഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാവും. സ്വാമിജി പറഞ്ഞു, പിന്നെന്താ, നിങ്ങൾ കർപ്പൂരം കത്തിച്ചു. അദ്ദേഹം ഒരു ഭസ്മം ഒഴിഞ്ഞിരിക്കുന്ന തട്ട്, ആ തട്ടിൽ കുറച്ച് കർപ്പൂരം ഇട്ടു. ആ കർപ്പൂരം അതങ്ങ് കത്തിച്ചു. സ്വാമിജി അതിന്റെ പൂജാമുറിയുടെ ഉള്ളിൽ കയറി ആരതി ഒഴിയാൻ തുടങ്ങി. അപ്പോഴാണ് കൂടെ വന്ന പള്ളിയിൽ അച്ഛൻ. അദ്ദേഹവും ഈ പൂജാമുറി ഒന്ന് കാണാമല്ലോ, അദ്ദേഹത്തെയും വിളിച്ചു, അങ്ങ് വരൂ. അങ്ങനെ സ്വാമിജി ആ പള്ളിയിൽ അച്ഛനെയും കൂട്ടി പൂജാമുറിയുടെ ഉള്ളിൽ കയറി. പള്ളിയിൽ അച്ഛൻ പുറത്തു നിന്ന് ആ പൂജാമുറി ഒന്ന് വീക്ഷിച്ചു. സ്വാമിജി ചെയ്യുന്ന പ്രവൃത്തിയെ ശ്രദ്ധിച്ചു. ഹിന്ദുവിന്റെ പൂജാമുറിയാണ്. അവിടെ കൃഷ്ണൻ മാത്രമല്ല, വിഷ്ണു മാത്രമല്ല, ശിവൻ മാത്രമല്ല, ഗണപതി മാത്രമല്ല, വ്യത്യസ്ത രൂപഭാവങ്ങളിലുള്ള വിവിധങ്ങളായ നിരവധി ദേവന്മാരെ കൊണ്ട്, ദേവീഭാവങ്ങൾ കൊണ്ട് സമ്പന്നമായ പൂജാമുറി. ആ പൂജാമുറി കണ്ട ഉടനെ തന്നെ സ്വാമിജി ആകെ നേരെ ഓരോ ചിത്രത്തിന്റെ മുന്നിലും, ഓരോ ദേവതയുടെ മുന്നിലും ആരതി ഒഴിഞ്ഞു. പള്ളിയിലച്ഛൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. പള്ളിയിലച്ഛന് പലരെയും അറിയാം. കൃഷ്ണനെ കണ്ടു, രാമനെ കണ്ടു, ശിവനെ കണ്ടു, ഗണപതിയെ കണ്ടു, സുബ്രഹ്മണ്യനെ കണ്ടു. അതാ തൊട്ടപ്പുറത്ത് എന്റെ സർവേശ്വരൻ യേശുദേവൻ ഇരിക്കുന്നു. ആ യേശുദേവന്റെ ചിത്രത്തിന്റെ മുന്നിലെത്തിയപ്പോഴും രാമന്റെ ചിത്രത്തിന്റെ മുന്നിൽ എങ്ങനെയാണോ ആരതി ഒഴിഞ്ഞത്, അതേ ഭക്തിയാദരപൂർവം മൃഗാനന്ദ സ്വാമി ഭഗവാൻ യേശുദേവന്റെ ചിത്രത്തിന്റെ മുന്നിലും ആരതി ഒഴിയുന്നത് കണ്ടപ്പോൾ ഈ പള്ളിയിൽ അച്ഛന്റെ മനസ്സ് വല്ലാതെ ആനന്ദം കൊണ്ട് തുടിച്ചു.
സ്വാമിജി എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആ കയ്യിൽ പിടിച്ച് ഈ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു, എനിക്ക് സന്തോഷമായി. അപ്പൊ സ്വാമി ചോദിച്ചു, എന്തേ? നിങ്ങളുടെ പൂജാമുറിയിൽ ഞങ്ങളുടെ ദേവനായിട്ടുള്ള യേശുദേവനെ നിങ്ങൾ അംഗീകരിക്കുന്നുവല്ലോ, നിങ്ങളുടെ പൂജാമുറിയിൽ ഞങ്ങളുടെ യേശുദേവനെ വെച്ച് നിങ്ങൾ പൂജിക്കുന്നുവല്ലോ, അത് എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. അപ്പോൾ മൃഗാനന്ദ സ്വാമി ചോദിച്ചു, ശരി ശരി, ഞാനൊന്ന് ചോദിക്കട്ടെ. ചോദിക്കൂ. നിങ്ങളുടെ പൂജാമുറികളിൽ ഞങ്ങളുടെ ശ്രീരാമചന്ദ്രനെ വെക്കാനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഭക്തന്മാരുടെ ക്രൈസ്തവ സഹോദരന്മാരുടെ വീടുകളിൽ നിങ്ങൾ യേശുദേവനെ പൂജിക്കുന്ന അതേ മനോഭാവത്തോടെ ഞങ്ങളുടെ കൃഷ്ണനെ, ദേവിയെ, സരസ്വതിയെ, മഹാലക്ഷ്മിയെ, ഗണപതിയെ, സുബ്രഹ്മണ്യനെ ഏതെങ്കിലും ഒരു ദേവഭാവത്തെ വെച്ച് ആരാധിക്കാൻ, പൂജിക്കാനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? അപ്പോ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് അതൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ മൃഗാനന്ദ സ്വാമി പറഞ്ഞ ഉത്തരമാണ്, ഇതാണ് മതവും ധർമ്മവും തമ്മിലുള്ള വ്യത്യാസം. എന്താ മതം? മതം ഏകപക്ഷീയമാണ്. എന്താ ധർമ്മം? വിശാലമാണ്. ലോകത്തിലുള്ള സർവ്വതിനെയും എന്റേതെന്ന് കരുതി സ്വീകരിക്കാനുള്ള മനോഭാവത്തിന്റെ പേരാണ് ധർമ്മം അഥവാ സംസ്കാരം. ഭാരതീയ സംസ്കാരമെന്നോ, ഹിന്ദു സംസ്കാരമെന്നോ, സനാതന ധർമ്മമെന്നോ, ഹൈന്ദവീയതയെന്നോ, ഹിന്ദു ജീവിത പദ്ധതി എന്നോ, ഹിന്ദുത്വമെന്നോ എന്ത് പേര് നമ്മൾ ഇട്ട് വിളിച്ചാലും ഇതാണ് വിശാലമായ ലോകത്തിന് സമാധാനത്തിന്റെ, സ്വീകാര്യതയുടെ മന്ത്രമോതുന്ന ഈ വിശാലമായ ജീവിത വീക്ഷണമാണ് ഹിന്ദു ധർമ്മം. അതൊരിക്കലും ഏകപക്ഷീയമല്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളെ മതം എന്ന് വിളിക്കുന്നേ? നമ്മുടെ പ്രശ്നം ക്രിസ്തു മതം പോലെ എന്നെ ഹിന്ദു മതം എന്ന് വിളിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും വ്യവഹാര ജീവിതത്തിൽ നമുക്ക് ഹിന്ദു മതം എന്ന രീതിയിൽ വിളി കേൾക്കും. അത് നമ്മൾ ഇട്ടതല്ല. നമുക്ക് ഈ ലോകത്തിൽ എപ്പോഴാ പേരിടേണ്ടി വരുന്നേ? ഞാൻ ഒറ്റയ്ക്കുള്ളൂ ലോകത്തിലെങ്കിൽ എനിക്ക് എന്തിനാ പേര്? മറ്റൊരാളിൽ നിന്ന് എന്നെ ഭിന്നമായി കാണുമ്പോഴാണ്, മറ്റൊരാളിൽ നിന്ന് ഞാൻ ഭിന്നനാകുമ്പോഴാണ് എനിക്ക് പേര് വേണ്ടു. മറ്റൊരാളിൽ നിന്ന് എന്നെ വേർതിരിച്ച് മനസ്സിലാക്കാനാണ് എനിക്ക് പേര് വേണ്ടു. ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. മതങ്ങളൊക്കെ ജനിക്കുന്നതിന് മുൻപേ ഈ ഭൂമുഖത്ത് ജീവിച്ച ജീവിത വ്യവസ്ഥയിൽ ഞാൻ മാത്രമുള്ളൂ. അപ്പോൾ എനിക്ക് എന്തിനാ പേര്? എനിക്ക് പേര് വേണ്ട. അങ്ങനെ ഞാൻ ഈ ലോകത്തുള്ള സർവ്വതിയെയും പൂജിച്ച് ഭജിച്ച് സർവ്വതിനും സുഖമുണ്ടാകട്ടെ എന്ന് വിചാരിച്ച് എന്റെ ജീവിതത്തെ കൊണ്ട് നടക്കുന്ന സമയത്ത് വിശാലമായ എന്റെ പറമ്പ് അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ അവിടേക്ക് ആദ്യത്തെ ഒരാൾ വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ പുറത്തു നിന്ന് വന്നവരാണ്, അവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ഒരു സൗകര്യം ഒരുക്കി തരുമോ? ഞാൻ പറഞ്ഞു, എന്റെ പറമ്പ് എത്ര വിശാലമാണ്. നിങ്ങൾ എന്റെ പറമ്പിന്റെ കിഴക്കേ ഭാഗത്ത് കുറച്ച് ഭൂമിയൊക്കെ ഒരുക്കിയെടുത്ത് അവിടെ വീട് വെച്ച് താമസിച്ചോളൂ. അങ്ങനെ അവർ എന്റെ വീടിന്റെ കിഴക്ക് ഭാഗത്ത് അവർ ഒരു ചെറിയ വീട് വെച്ച് അവരവിടെ താമസിച്ചു എന്ന് മാത്രമല്ല, ആ വീടും പറമ്പും അവർ വേലി കെട്ടി തിരിച്ചു. എനിക്ക് അതും പ്രശ്നമായിരുന്നില്ല. അപ്പോഴാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ശേഷം ജനിച്ച 800 വർഷങ്ങൾക്ക് ശേഷം ജനിച്ചവരും എന്റെ നാട്ടിൽ വന്നു. എന്റെ നാട്ടിൽ വന്ന് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു സൗകര്യം വേണം. പിന്നെന്താ, എന്റെ പറമ്പിന്റെ കിഴക്ക് ഭാഗമേ പോയിട്ടുള്ളൂ, വടക്കു ഭാഗം നിങ്ങൾ എടുത്തോളൂ. ആ വടക്കു ഭാഗത്ത് അവരും വീട് വെച്ചു. പക്ഷെ അവരും വേലി കെട്ടി തിരിച്ചു. അങ്ങ് കുരിശ് യുദ്ധങ്ങളിൽ മനം മടുത്ത് ജീവിക്കാൻ പറ്റാതെ സംസ്കാരങ്ങളെ മതാധിപത്യം തകർത്തെറിഞ്ഞു കളഞ്ഞപ്പോൾ ഇവിടേക്ക് വീണ്ടും ധാരാളം പേർ അഭയാർത്ഥികളായി വന്നപ്പോൾ അവരെയും സ്വീകരിച്ച് എന്റെ വീടിന്റെ വടക്കു ഭാഗവും കിഴക്ക് ഭാഗവുമേ പോയിട്ടുള്ളൂ, പടിഞ്ഞാറും തെക്കു ഭാഗവും അവർക്കായി വീതിച്ചു കൊടുത്തു. അവരെല്ലാം അവിടെ വീട് വെച്ച് വേലി കെട്ടി ജീവിച്ചു. അവർക്ക് പേര് വിട്ടു. ഒരു ദിവസം കാലങ്ങൾ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ക്രിസ്തു മതമാണ് ഞങ്ങളുടെ, ഞങ്ങൾ ഇസ്ലാം മതമാണ്, നിങ്ങളുടെ പേരെന്താ? എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ പേരില്ലായിരുന്നു, എനിക്ക് പേരിടേണ്ട ആവശ്യമില്ല.
ഞാൻ എന്ത് പറയണം എന്നറിയാതെ നിന്നപ്പോൾ അവരാണെങ്കിലോ തെക്ക് ഭാഗത്ത് വീട് വെച്ചവൻ തെക്കേതിലും, വടക്ക് ഭാഗത്ത് വീട് വെച്ചവൻ വടക്കേതിലും, കിഴക്കേതിലും പടിഞ്ഞാറേതിലുമായി വേലി കെട്ടി തിരിച്ചപ്പോൾ ഞാൻ അങ്ങനെ വേലിക്കകത്തൊരു വീട് വെച്ച് അങ്ങനെ ഞാൻ വേലിക്കകത്ത് വീട്ടിലായി. അവരൊക്കെ എന്നെ ഹിന്ദു എന്ന് വിളിക്കാൻ തുടങ്ങി. ഞാൻ ഇട്ട പേരല്ല, എനിക്ക് പേരിടുന്നത് ഇഷ്ടവുമല്ല. കാരണം സമ്പൂർണ്ണ പ്രപഞ്ചവും ഞാൻ തന്നെ എന്ന് വിചാരിച്ച് വിശ്വസിച്ച ഒരു പ്രാർത്ഥനാ ഗാനം ആലപിച്ച് ലോകത്തിൽ സർവ്വതിനും സുഖമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ച് ഈ ലോകം മുഴുവൻ എന്റെ തറവാടാണ്, വീടാണെന്ന് ഞാൻ ആഗ്രഹിച്ച എനിക്ക് എന്തിനാ പേര്? എന്നിൽ നിന്നൊന്നും ഭിന്നമല്ലാത്തിടത്തോളം കാലം ഞാൻ എന്തിനാ എനിക്ക് പേരിടുന്നേ? പക്ഷെ അവരെല്ലാവരും എനിക്ക് ചാർത്തി തന്നതാണ്. അവരൊക്കെ പേരിട്ടപ്പോൾ ഞാൻ അങ്ങനെ ഹിന്ദു മതമായി. ഞാൻ ഇട്ട പേരെയല്ല. പക്ഷെ ഇവിടെ പ്രത്യേകത വീണ്ടുമുണ്ട്. ഇവിടെ ഈ ലോകത്ത് ജീവിക്കുന്ന ജനവിഭാഗങ്ങൾ, എന്റെ മുന്നിലിരിക്കുന്ന 70 പേർ, ഈ 70 പേരും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സമ്പ്രദായങ്ങളെയും ദേവതകളെയും പൂജിക്കുന്നവരാ. ഒരു മതമാണ് ഹിന്ദു മതമാണെങ്കിൽ ഏകമായ ഒന്നിനെ മാത്രമേ പൂജിക്കാവൂ. പക്ഷെ നമ്മൾ പൂജിക്കുന്നത് നോക്കൂ, എത്ര ഭിന്നങ്ങളായ ദേവതാഭാവങ്ങളെ നമ്മൾ പൂജിക്കുന്നു. ഇവിടെ ഹിന്ദു മതം എന്ന് പറയുന്നത് സത്യത്തിൽ തെറ്റാണ്. ഹിന്ദു മതങ്ങൾ ഉണ്ട്, ഹിന്ദു മതമില്ല. അത് സിംഗുലർ അല്ല, അത് പ്ലൂരലാണ്. ഹിന്ദു മതമല്ല, ഹിന്ദു മതങ്ങളുണ്ട്. ഏതുപോലെ മനസ്സിലാക്കണം? ഇവിടെ മതങ്ങൾ ധാരാളമുണ്ട്. ഹിന്ദു ധർമ്മം അല്ലെങ്കിൽ സനാതന ധർമ്മം, ഭാരതീയത എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഈ ഹിന്ദു ധർമ്മത്തിൽ ധാരാളം മതങ്ങൾ. ഹിന്ദു ധർമ്മം എന്ന ഒരു വിശാല വൃത്തം വരയ്ക്കുക. ആ വൃത്തത്തിന്റെ ഉള്ളിൽ നമ്മൾ കുറെ ഡോട്ടുകൾ ഇട്ട് വയ്ക്കുക. ഈ ഡോട്ടുകൾക്കെല്ലാം പേരിട്ട് കൊടുക്കുക. അതെല്ലാം മതങ്ങളാണ്. ഹിന്ദു മതം എന്ന സിംഗുലർ സങ്കല്പമല്ല നമുക്കുള്ളത്, ഹിന്ദു മതങ്ങൾ ആണ് നമുക്കുള്ളത്. ഏതുപോലെ വിഷ്ണുവിനെ പൂജിക്കുന്ന വൈഷ്ണവരുണ്ട്. വൈഷ്ണവർ ഒരു മതമാണ്. വിഷ്ണുവാണ്, വിഷ്ണുവിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഗ്രന്ഥമാണ്, അതിനനുസരിച്ചുള്ള ദേവതാഭാവമാണ്, അതിനനുസരിച്ചുള്ള ആചാരവിശേഷമാണ്, അതിനനുസരിച്ചുള്ള അഭിസംബോധനകളാണ്. ഇങ്ങനെ ഏകപക്ഷീയമായ ഒന്നിൽ മാത്രം അഭിരമിക്കുന്നത് മതമാണ്. ശിവനെ ചുറ്റിപ്പറ്റിയ ശൈവരുണ്ട് ഇവിടെ, അതുകൊണ്ട് വൈഷ്ണവരുണ്ട്, ശൈവരുണ്ട്. ശക്തിയെ, ദേവിയെ പൂജിക്കുന്ന ശാക്തേയരുണ്ട്, ഗണപതിയെ പൂജിക്കുന്ന ഗാണപത്യരുണ്ട്, കുമാരനെ സുബ്രഹ്മണ്യനെ പൂജിക്കുന്ന കൗമാരമതമുണ്ട്, സൂര്യനെ പൂജിക്കുന്ന സൗരരുണ്ട്, സാരതുഷ്ടൻ സ്ഥാപിച്ച സാരതുഷ്ട മതമുണ്ട്, പ്രകൃതിയെ പൂജിക്കുന്ന പ്രകൃതി ആരാധകരുണ്ട്. ഇവിടെ ക്രിസ്തുവിനെ പൂജിക്കുന്ന ക്രിസ്തു മതമുണ്ട്, മുഹമ്മദ് നബിയെ പൂജിക്കുന്ന ഇസ്ലാം മതമുണ്ട്, ബുദ്ധനെ പൂജിക്കുന്ന ബുദ്ധ മതമുണ്ട്, ഇവിടെ ജൈന മതമുണ്ട്. ഇവിടെ ധാരാളം മതങ്ങളുണ്ട്. ഇവിടെ അതെല്ലാം നിലനിൽക്കുന്നത് ഹിന്ദു ധർമ്മം എന്ന വിശാല വൃത്തത്തിൽ. ധാരാളം മതങ്ങൾ. ഈ ദൃഷ്ടിയിൽ ദേവതകളുടെ പേരിൽ മതങ്ങൾ, ദർശനങ്ങളുടെ പേരിൽ മതങ്ങളുണ്ട്. ദ്വൈതവും വിശിഷ്ടാദ്വൈതവും അദ്വൈതവും അടക്കം നമുക്ക് ദർശനങ്ങളിൽ തന്നെ മതവിഭാഗങ്ങളുണ്ട്. അദ്വൈതം മാത്രമല്ല, ദ്വൈതമുണ്ട് എന്ന് പറഞ്ഞ മാധ്വാചാര്യരുടെ പിന്തലമുറയുണ്ട്. ഈശ്വരനും മനുഷ്യനും അല്ലെങ്കിൽ ദേവനും മാനവനും രണ്ടും രണ്ട് തന്നെയാണ്. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഉയരണം എന്ന് പറഞ്ഞ മാധ്വാചാര്യരുണ്ട്. അനുയായികളുടെ പേരിലുള്ള മതമുണ്ട്. സിഖ് എന്ന് പറയുന്ന ഒരു വിഭാഗം അനുയായികളുടെ പേരിലാണ്, അതൊരു വ്യക്തിയുടെ പേരിലല്ല. അതുകൊണ്ട് സിഖ് മതമുണ്ട്. ഇങ്ങനെ നോക്കൂ, ദേവതകളുടെ പേരിൽ, ദർശനങ്ങളുടെ പേരിൽ, അനുയായികളുടെ പേരിൽ ഒക്കെയുള്ള ധാരാളം മതങ്ങളുള്ള കോമൺവെൽത്ത് ഓഫ് റിലീജിയൻ ആണ് ഹിന്ദു ധർമ്മം. ഹിന്ദു ധർമ്മത്തിൽ ധാരാളം മതങ്ങൾ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. നമ്മൾ ഒരിക്കലും ഒരു മതമല്ല, ധർമ്മമാണ്. കാലാതിവർത്തിയായി സനാതന ധർമ്മം നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനം അതിനൊരു ആന്തരിക ചോദനയുണ്ട്, അതിൽ അവതാരങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഒരു മതത്തിന്റെ ശുഷ്കമായ വേലിക്കെട്ടിലല്ല, അത് ധർമ്മത്തിന്റെ വിശാലമായ നിൽപ്പുതറയിലാണ്. അതുകൊണ്ടാണ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പ്രകാണ്ഡ പണ്ഡിതൻ പറഞ്ഞത്, ഹിന്ദു മതമല്ല, ഹിന്ദു മതങ്ങളുണ്ട്, അത് കോമൺവെൽത്ത് ഓഫ് റിലീജിയൻ എന്ന് മാത്രമേ. ഹിന്ദു
ധർമ്മത്തെ ഹിന്ദു മതങ്ങൾ എന്ന് മാത്രം വിളിക്കണം. ഇതിന്റെ ഉള്ളിൽ വിവിധങ്ങളായ മതങ്ങളുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല, ഇവിടുത്തെ ആചാരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ദേവതാഭാവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വിശേഷവും വ്യത്യസ്തവും വിശിഷ്ടവുമാണ്. ഇവിടെ നോക്കൂ, ഇവിടെ വ്യത്യസ്ത പൂജാ സമ്പ്രദായങ്ങൾ, വ്യത്യസ്ത ദേവത, ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ സമ്പ്രദായങ്ങളാണ്. കാശ്മീരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ താന്ത്രികമാണ് കാശ്മീരത്തിൽ മുഖ്യമായ അവരുടെ സമ്പ്രദായമുള്ളത്. അവിടെ നിന്ന് വങ്കദേശത്ത് നിന്നാൽ നമ്മൾ ദേശീയ ഗാനത്തിൽ ചൊല്ലുന്ന ആ വങ്കദേശം, വടക്ക് കിഴക്കൻ മേഖല മുഴുവൻ എടുത്തു നോക്കിയാൽ അവരെല്ലാം ശക്തി ദേവിയെ പൂജിക്കുന്ന സമ്പ്രദായമാണ്, ശാക്തേയമാണ് അവരുടെ സമ്പ്രദായമുള്ളത്. ഒഡീസ, ആസാം പ്രദേശങ്ങളിൽ ശുദ്ധ വൈഷ്ണവ സമ്പ്രദായം അവർ കൊണ്ടു നടക്കുന്നു. മഹാരാഷ്ട്രയിൽ ഗാണവത്യ ദത്താത്രേയ സമ്പ്രദായത്തെ അവർ പിൻപറ്റുന്നു. തമിഴ്നാട്ടിൽ കാർത്തികേയ സമ്പ്രദായമാണ് കൊണ്ടു നടക്കുന്നത്. കേരളത്തിൽ ശൈവ വൈഷ്ണവ സമ്പ്രദായമാണ് കേരളത്തിന്റെ സമ്പ്രദായം. ഭാരതം എന്ന് പറയുന്ന ഈ വിശാലമായ രാഷ്ട്രത്തിൽ ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്തമായ സമ്പ്രദായങ്ങൾ നമുക്കുണ്ട്. ഏകമല്ല, ഒന്നല്ല, ഒരു സമ്പ്രദായമല്ല, വ്യത്യസ്ത സമ്പ്രദായങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് കേരളം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ചും തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ ശൈവ വൈഷ്ണവ സംഘടനകൾ നിരവധി നടന്നിട്ടുണ്ട്. ശിവനെ പൂജിക്കുന്നവർ വൈഷ്ണവനെ, വിഷ്ണുവിനെ പൂജിക്കുന്നവരെ കൊന്നൊടുക്കിയിട്ടുണ്ട്, തിരിച്ചുമുണ്ടായിട്ടുണ്ട്. പക്ഷെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ കേരള ഭൂമിയിൽ ഇല്ലാതിരിക്കാനുള്ള ഒറ്റ കാരണമുള്ളൂ, ഇവിടെ ശൈവ വൈഷ്ണവ സംയുക്തമായ ധർമ്മശാസ്ത്ര, അയ്യപ്പൻ എന്ന് പറയുന്ന ഈ രണ്ട് സങ്കല്പങ്ങളെയും സമന്വയിക്കപ്പെട്ട ഒരു സമ്പ്രദായത്തിലൂടെ കൊണ്ട് നടന്നതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇതുവരെ ശിവന്റെ പേരിൽ, വിഷ്ണുവിന്റെ പേരിൽ ഇതുവരെ തമ്മിൽ തന്നെ ഉണ്ടായിട്ടില്ല. സമ്പ്രദായങ്ങൾ നോക്കൂ. ഇനി സമ്പ്രദായങ്ങൾ പോകട്ടെ, ഓരോ പ്രദേശത്തിനും ആ പ്രദേശത്തിന്റെ ദേവതയുണ്ട്. ഇവിടെ എല്ലാ പ്രദേശങ്ങളിലും ഒരേ പ്രദേശങ്ങൾക്കൊക്കെ ഓരോ ദേവതാ സങ്കല്പമുണ്ട്. ആന്ധ്ര എന്ന് കേട്ടാൽ നമ്മുടെ ഉള്ളിലേക്ക് ആരാ ഓടി വരിക? തിരുപ്പതി ഏഴിമല വെങ്കിടേശനാണ്. തിരുപ്പതി ഏഴിമല വെങ്കിടേശൻ ആന്ധ്ര എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന്റെ ദേവതയാണ്. പ്രദേശങ്ങൾക്ക് ദേവതകൾ എത്രയെത്ര. തമിഴ്നാട്ടിൽ നമ്മൾ മുരുകനെ കാണുന്നു, മഹാരാഷ്ട്രയിൽ നമ്മൾ ദത്താത്രേയനെ കാണുന്നു, ഒഡീസയിൽ നമ്മൾ ജഗന്നാഥനെ കാണുന്നു, കർണാടകത്തിൽ നമ്മൾ മഞ്ജുനാഥേശ്വരനെ കാണുന്നു, കേരളത്തിൽ നമ്മൾ അയ്യപ്പനെ കാണുന്നു, ഗുജറാത്തിൽ നമ്മൾ രണച്ചോടൻ എന്ന കൃഷ്ണന്റെ ഭാവമുണ്ട്. യുദ്ധക്കളത്തിൽ നിന്ന് തിരിഞ്ഞോടുന്ന കൃഷ്ണന്റെ ഭാവത്തിലുള്ള രണച്ചോടനുണ്ട്. നമ്മൾ ബംഗാളത്തിൽ സന്തോഷിമ എന്ന ദേവതാഭാവത്തെ കാണുന്നു. ഇങ്ങനെ നോക്കിയാൽ സമ്പ്രദായങ്ങൾ മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ ദേവതകളും നമ്മുടെ ഭാരതത്തിൽ വ്യത്യസ്തമാണ്. ഒന്നല്ല, ഒരുപോലെയല്ല. ഇവിടെ ഒരുപോലെ ഒന്നും കാണാൻ സാധ്യമല്ല. ലോകത്തിൽ എന്തൊക്കെ മതവിശ്വാസങ്ങളുണ്ടോ അതെല്ലാം നമ്മുടെ ഭാരതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ ധർമ്മം വിശാലമാണ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ വൈവിധ്യമുണ്ട്. വൈവിധ്യമാണ് സൗന്ദര്യം. ഏകപക്ഷീയമാണെങ്കിൽ ഒരു സൗന്ദര്യവുമില്ല. നമ്മളെല്ലാവരും ഇന്ന് മഴ ഒരു കാരണമായിരിക്കാം. നമ്മളൊക്കെ ഇന്ന് ഇവിടെ എത്തിപ്പെടാൻ എത്ര സമയം വൈകി? അതിന്റെ കാരണം എന്താ? എന്നിൽ നിന്ന് ഭിന്നമായ കുറെ ആളുകൾ വരുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറെ ശ്രദ്ധിക്കപ്പെടണം. അതുകൊണ്ട് മുഖ സൗന്ദര്യമൊക്കെ ഒന്ന് മാറ്റുകൂട്ടി ചന്ദനലേപനങ്ങൾ അണിഞ്ഞ് ആ വടിവൊത്ത മീശരോമങ്ങളെല്ലാം വെട്ടിയൊതുക്കി അഴകിയ രാവണൻ പണ്ട് സീതയെ കാണാൻ പോകുന്നത് പോലെ നമ്മളൊക്കെ നല്ല എന്താ പറയുക, വൃത്തിയുള്ള നല്ല കുങ്കുമ ചന്ദന ലേപനങ്ങളൊക്കെ അണിഞ്ഞ സൗന്ദര്യത്തെ മാറ്റി എന്തിനാ ഇതൊക്കെ ചെയ്തത്? എല്ലാവരും എൻ്റെ മുഖഭാവമുള്ളവരാണെങ്കിൽ ഞാൻ ഇത്രയും കഴിഞ്ഞു വരികയാണോ? എന്നിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊന്നിനെ കാണാനുള്ള ആഗ്രഹമാണ് എന്നെ ഇത്രയൊക്കെ ഒരുക്കുന്നത്. എല്ലാം ഒരുപോലെയാണെങ്കിൽ എന്ത് ഭംഗിയാണുള്ളത്. വൈവിധ്യമല്ലേ സൗന്ദര്യം. നമ്മുടെ 5 വിരലുകളും ഒരുപോലെ ഒരു നേർരേഖയിൽ ഒരു സ്കെയിൽ വെച്ച് എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. എല്ലാത്തിനും ഒരേ നീളം. എന്ത് ഭംഗിയുള്ളത്. നമ്മുടെ ശരീരത്തിൽ എല്ലാ അവയവങ്ങളും വ്യത്യസ്തമല്ലേ? ഒരുപോലെയുള്ള ഏതെങ്കിലും ഒരു അവയവം പറയും? ഒന്നുമില്ല. ഒരേ നീളമുള്ള മുടി പോലും ഉണ്ടാവാൻ സാധ്യതയില്ല. വൈവിധ്യമാണ് ധർമ്മം. വൈവിധ്യമാണ് നമ്മുടെ സൗന്ദര്യം. അതുകൊണ്ടാണ് നാനാത്വം എന്ന സങ്കല്പത്തെ നമ്മൾ ഇന്ന് ഊട്ടി ഉറപ്പിക്കുന്നത്. പക്ഷെ ഇതിനെയെല്ലാം ഏകീകരിക്കുന്ന ഒരു സത്യമുണ്ട്.
ഈ സത്യമാണ്, ആ സത്യത്തിന്റെ പേരാണ് ഹിന്ദുത്വം, ഹൈന്ദവീയത. അതിനെയാണ് നമ്മൾ ഹിന്ദുത്വം എന്ന് പറയുന്നത്. മതം എന്ന ശുഷ്കമായ വേലി കെട്ടി തിരിച്ച ഒന്നിന്റെ അടിസ്ഥാനത്തിലല്ല ഹിന്ദു ശബ്ദത്തെ ഈ സനാതന ധർമ്മത്തിൽ, ആ ധർമ്മത്തിന്റെ അതേ പേര് തന്നെയാണ് ഹിന്ദുത്വം, ഹൈന്ദവീയത എന്നൊക്കെ പറയുന്നത്. അത് പറയാൻ, ഹിന്ദു എന്ന ശബ്ദം പറയാൻ എന്നാണ് നമ്മൾ ലജ്ജിതരാകുന്നത്, അപമാനിതരാകുന്നത്, അന്ന് ഈ ധർമ്മം വെല്ലുവിളി നേരിടും. ധർമ്മം വെല്ലുവിളി നേരിടാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഹിന്ദു ശബ്ദം അപമാനത്തിന്റെ ശബ്ദമല്ല, അത് അഭിമാനത്തിൻ്റെതാണ്. അതിന് മതങ്ങളുടെ ശുഷ്കമായ ചട്ടക്കൂടില്ല. അതിന് രാമനെ പൂജിക്കുന്നത് പോലെ ക്രിസ്തുദേവനെ പൂജിക്കാൻ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഈ ഹിന്ദു ധർമ്മത്തിൽ ജീവിച്ചത് കൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് അദ്ദേഹത്തിന് ക്രിസ്തു മതത്തിൽ നിന്നും, ഇസ്ലാം മതത്തിൽ നിന്നും, ഹിന്ദു മതത്തിൽ നിന്നും ദേവതയമാരെ സാക്ഷാത്കരിക്കാൻ പറ്റിയത്. മറ്റേതെങ്കിലും ഒരു മതത്തിലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ധർമ്മത്തിന്റെ ഏറ്റവും വലിയ വിശേഷത അതിന്റെ വിശാലതയാണ്. ഈ വിശാലത പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് എല്ലാം. ലോകത്തിൽ സർവ്വതിനെയും നമ്മുടെ കുഞ്ഞുങ്ങൾ സ്നേഹിക്കാനും സ്വീകരിക്കാനുമുള്ള മനോഭാവത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പരിശീലന കേന്ദ്രങ്ങളാണ് നമ്മുടെ വീടും സർവോപരി ക്ഷേത്രം. നമ്മൾ ക്ഷേത്രം മാത്രം എടുക്കും. ഹിന്ദു പാരമ്പര്യത്തിൽ ജനിച്ച് ജീവിച്ച് ക്ഷേത്രോപാസകരായി, ക്ഷേത്രോന്മുഖരായി ജീവിക്കുന്ന ഒരു വീട്ടിൽ ശരിയായി വളരുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ സർവ്വതിനെയും ഒരുപോലെ സ്നേഹിക്കുകയും പൂജിക്കുകയും ചെയ്യും. ക്രിസ്തുദേവന്റെ ആരാധകരെ, ശ്രീരാമചന്ദ്രന്റെ ആരാധകരെയും മുഹമ്മദ് നബിയെ പൂജിക്കുന്ന ഭാരതീയരായ, ഭാരതത്തിന്റെ സത്വത്തിൽ, അതിന്റെ സുത്വഭാവത്തിൽ അഭിമാനിക്കുന്ന ഏത് ഇസ്ലാം സഹോദരനെയും, ഈ മണ്ണിൽ ചവിട്ടി നിന്ന് ഈ മണ്ണിനെ സ്നേഹിക്കുന്ന ഏതൊരു ഇതര മതവിഭാഗത്തിൽപ്പെട്ടവരെയും ഒരുപോലെ സ്നേഹിക്കും. ഹിന്ദു ക്ഷേത്രത്തിൽ എന്നും പോകുന്ന ഒരു കുഞ്ഞ്. ഹിന്ദു ക്ഷേത്രത്തിന്റെ ഒരു വിശാലത നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം, നമ്മളും പഠിക്കണം. ഒന്ന്, നമ്മുടെ ഹിന്ദു ക്ഷേത്രത്തിൽ ഒരു പ്രധാന ശ്രീകോവിലുണ്ടാകും. നമ്മൾ ശിരസായി കൽപ്പിക്കുന്ന ദേവശരീരത്തിലെ ശിരസ് എന്ന നിലയിൽ നമുക്ക് ആനന്ദമയ കോശം എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ കാരണ ശരീരമായിട്ടുള്ള ആ ഒന്നിനെ നമ്മൾ ശിരസായി കാണുന്ന പ്രധാന ശ്രീകോവിലുണ്ട്. ഇനി പ്രധാന ശ്രീകോവിൽ മാത്രമേ ഉള്ളൂ? അല്ല. നാലമ്പലത്തിനകത്തും പുറത്തും ധാരാളം ഉപശ്രീകോവിലുകളുണ്ട്. ഇതിൽ എല്ലാ ഉപശ്രീകോവിലുകളിലും പോയി തൊഴുതിട്ട് ഒരു ഹിന്ദു പ്രധാന ശ്രീകോവിലേക്ക് ചെല്ലും. ഇനി അല്ല, പ്രധാന ശ്രീകോവിലിൽ തൊഴുതാലും എല്ലാ ഉപശ്രീകോവിലുകളിലും ഒന്നുപോലും വിട്ടുകളയാതെ ഒരു ഹിന്ദു എല്ലാ ശ്രീകോവിലിനെയും പോയി തൊഴുത് നല്ല ഭക്തിയോടെ ഇതിനെല്ലാം ഉപാസിക്കും. ഒരു കൊച്ചു കുഞ്ഞ് ശൈശവപ്രായം തൊട്ട് ആ കുഞ്ഞിന് കൊടുക്കുന്ന മതബോധനം, ആ കുഞ്ഞിന് കൊടുക്കുന്ന പ്രശിക്ഷണം, മുത്തച്ഛനും മുത്തശ്ശിയും അമ്മയും അച്ഛനും തുടങ്ങി സർവരും ഹിന്ദു കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത്, ഈ പരിശീലനം കൊടുക്കുന്നത് ലോകത്തിൽ സർവ്വതിനെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മനോഭാവത്തിലാണ്. ഒരു ഹിന്ദു ശിവക്ഷേത്രത്തിൽ പോയി എന്നിരിക്കട്ടെ, ശിവക്ഷേത്രത്തിൽ ഏകമായ എന്റെ ദേവത ശിവൻ മാത്രമാണ് എന്ന് വിചാരിച്ചു പോകുന്ന ഹിന്ദുവാണെങ്കിൽ, ഒരു ശിവക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ അവിടെ ശിവനെ മാത്രമാണ് നമ്മൾ പൂജിക്കുക, നമ്മൾ തൊഴുന്നത്? അല്ല. അവിടെ വിഷ്ണുവിനെ നമ്മൾ തൊഴുന്നു, ഗണപതിയെ നമ്മൾ തൊഴുന്നു, ദേവിയെ നമ്മൾ തൊഴുന്നു, അവിടെ നമ്മൾ ശാസ്താവിനെ തൊഴുന്നു, അവിടെ നമ്മൾ ദക്ഷിണാമൂർത്തിയെ തൊഴുന്നു. അവിടെ നാലമ്പലത്തിനകത്തും പുറത്തും നിരവധി ദേവതകളെ ഉപശ്രീകോവിലുകളിൽ നമ്മൾ തൊഴുതിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെയുള്ള ഒരു ഹിന്ദുവിന് ക്രിസ്തു മത സ്ഥാപകൻ യേശുക്രിസ്തു അല്ല, എന്നാലും ആ യേശുദേവനെ പ്രാർത്ഥിക്കാൻ ഈ ഹിന്ദു കുഞ്ഞിന് വല്ല ബുദ്ധിമുട്ടുണ്ടാവോ? മുഹമ്മദ് നബിയെ അംഗീകരിക്കാൻ ഈ ഹിന്ദു കുഞ്ഞിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ?
അവൻ എങ്ങനെയാണോ ആ ഉപശ്രീകോവിലുകളിലും പ്രധാന ശ്രീകോവിലിലും തന്റെ ദേവതയെ ദർശിച്ചത്, അതേ മനോഭാവത്തിൽ അവനെ ലോകത്തിലെ എല്ലാ മതവിശ്വാസങ്ങളിൽപ്പെട്ട ദേവതകളെയും പൂജിക്കാൻ, അംഗീകരിക്കാൻ മുത്തച്ഛനും മുത്തശ്ശിയും കൊടുക്കുന്ന പരിശീലന കേന്ദ്രമാണ്. ഇത് ഹിന്ദുവിന്റെ സ്വഭാവമാണ്. ഹിന്ദു മതത്തിൽ അല്ലെങ്കിൽ ഈ സംസ്കാരത്തിൽ വളരുന്ന ഏതൊരാൾക്കും ഈശ്വരനെ ആരാധിക്കാൻ, സർവ ഈശ്വരന്മാരെ അംഗീകരിക്കാൻ ഭരണഘടനയിൽ പിൽക്കാലത്ത് ചേർത്ത് വെച്ച മതേതരത്വം എന്ന ആ ഒന്ന് കണ്ടിട്ട് വേണ്ട. മതേതരത്വം ഭരണഘടനയിൽ എഴുതിയത് കൊണ്ടല്ല നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നത്. മറിച്ച് അത് ഹിന്ദുവിന് മത്സ്യക്കുഞ്ഞിന് നീന്തൽ അതിന്റെ നൈസർഗിക സ്വഭാവം എന്നതുപോലെ, ചന്ദനത്തിന് അതിന്റെ സുഗന്ധം ജന്മനാ ഉള്ളതുപോലെ, ഒരു തുളസി ചെടിക്ക് അതിന്റെ സുഗന്ധം നൈസർഗികമായി ഉള്ളതുപോലെ, ഒരു ഹിന്ദു കുഞ്ഞിന് ഈ ലോകത്തിലെല്ലാത്തിനെയും സ്വീകരിക്കാനുള്ള മനോഭാവം ജന്മസിദ്ധമാണ്. അതിന്റെ പരിശീലന കേന്ദ്രമാണ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ നമ്മൾ പഠിക്കുന്നത് ലോകത്തിലെല്ലാത്തിനെയും സ്വീകരിക്കാനാണ്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിലെ ചിക്കാഗോയിലെ മതസമ്മേളനത്തിൽ തന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ, ചിക്കാഗോ നടന്ന ആദ്യത്തെ പ്രസംഗത്തിൽ, അതൊരു പ്രസംഗമല്ല, അതൊരു നന്ദി പ്രകടനമാണ്, ലോകത്തിൽ സർവ്വതിനോടും കൃതജ്ഞതാഭാവത്തിൽ കാണുന്ന ഭാരത ഋഷിയുടെ വാക്കുകളാണ്. അതിൽ അദ്ദേഹം പറയുന്നു, ലോകത്തിൽ ഞങ്ങൾക്ക് ഒരു യൂണിവേഴ്സൽ ആക്സെപ്റ്റൻസ് ഉണ്ട്, സാർവദേശീയ സ്വീകാര്യതയുണ്ട്, ലോകത്തിൽ എല്ലാത്തിനെയും സ്വീകരിച്ചവരാണ് ഞങ്ങൾ. മതഭ്രാന്താൽ ആട്ടിയോടിക്കപ്പെട്ട് എന്റെ നാട്ടിലേക്ക് വന്ന സർവരെയും എന്റെ അമ്മ ഭാരതമാതാവ് മടിയിൽ പിടിച്ചിരുത്തി സ്തന്യമൂട്ടി വളർത്തിയ എന്റെ അമ്മയുടെ പേരിൽ, ഭാരതമാതാവിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു എന്നാ സ്വാമിജി പറഞ്ഞത്. ഈ വിശാലത, ഈ സ്വഭാവം, അത് ഹിന്ദുവിന്റെ ജീവനാണ്. അത് അവന്റെ ജന്മം തൊട്ടുള്ള പരിശീലനമാണ്. അതുകൊണ്ട് ഈ വൈവിധ്യങ്ങളുള്ള ഈ ധർമ്മത്തിൽ സർവ്വതിനെയും സ്വീകരിക്കുന്ന ഭാവം, സർവ്വതം എന്ന് പറഞ്ഞ മനുഷ്യരെ മാത്രമല്ല, ഈ പ്രകൃതിയിലെ സർവ്വതിനോടും ഒരു താതാത്മ്യ ഭാവം ഹിന്ദുവിനുണ്ട്. അതുകൊണ്ടാണ് പഞ്ചമഹായജ്ഞങ്ങളിൽ ഭൂതയജ്ഞത്തെ കുറിച്ച് നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചത്. സർവ്വജീവജാലങ്ങളെയും ഊട്ടുക, അവർക്ക് വേണ്ടതെല്ലാം നൽകുക, പശുവിന് പുല്ലും വൈക്കോലും അതിന് കാടിയും കൊടുത്തതിന് ശേഷം നീ ഭക്ഷണം കഴിക്കാവൂ എന്ന് പഠിപ്പിച്ച ഏത് ജീവിത രീതിയാണ്? വീട്ടിൽ കെട്ടിയിട്ട് വളർത്തുന്ന ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് നാം ഭക്ഷണം കഴിക്കാവൂ എന്ന് പറഞ്ഞത് ഏത് ജീവിത രീതിയാണ്? ചെറിയ പ്രാണികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് എന്റെ വീടിന്റെ മുറ്റത്ത് ഞാൻ അരിമാവ് കൊണ്ട് കോലം വരച്ച് എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നത് ഏത് ജീവിത രീതിയാണ്? അതുകൊണ്ടാണ് എന്റെ പൂർവികന്മാർക്ക് പിതൃകർമ്മം ചെയ്യാൻ ചെറുളയും കറുകയും, ചെറുള കറുക വളരെ നിസ്സാരമായ രണ്ട് ചെടികളെ, രണ്ട് പുല്ലുകളെ അതിനെ നോക്കിയിട്ട് മുത്തച്ഛനും മുത്തശ്ശിയും പറഞ്ഞു, അതെ പിതൃകർമ്മം ചെയ്യേണ്ടതാണ് ചെറുളയും കറുകയും ഒക്കെ, അതൊന്ന് ചവിട്ടിക്കൂട്ടി കളയല്ലേ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്താ കാണിക്കണത്, അതിനെ സ്നേഹിക്കൂ. ദശപുഷ്പങ്ങളുടെ പേരുകൾ പറഞ്ഞ് ഈ പൂക്കളെ മുഴുവൻ മുക്കുറ്റി തുടങ്ങിയിട്ടുള്ള ഓരോന്നിനെയും സംരക്ഷിക്കാൻ പഠിപ്പിച്ചത് ഏത് ജീവിത രീതിയാണ്? ഈ ജീവിത രീതിയിൽ മനുഷ്യനെ മാത്രമല്ല സർവ്വചരാചരങ്ങളെയും സ്നേഹിക്കാൻ പഠിക്കുന്നു. ഹിന്ദു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആൽമരത്തെ പ്രദക്ഷിണം ചെയ്യുന്നു. എന്ത് യുക്തി? ആൽമരത്തിൽ ഞാൻ കാണുന്നത് ത്രിമൂർത്തികളെയാണ്. ത്രിമൂർത്തികളെ മുഴുവൻ ആൽമരത്തിലൂടെ കണ്ട് ഞാൻ ബ്രഹ്മാവിനെയും ശിവനെയും വിഷ്ണുവിനെയും എല്ലാം ഞാൻ ഒരു ആൽമരത്തിൽ കണ്ട ആൽമരത്തെ ഞാൻ അങ്ങ് നല്ല പോലെ പ്രാർത്ഥിക്കുന്നു. ആൽമരത്തെ ഞാൻ ഇനി മോശമായ ദൃഷ്ടിയിൽ ഈ പ്രകൃതിയിലെ ഈ വലിയ വൃക്ഷത്തെ ഞാൻ ഇനി ഉപദ്രവിക്കുമോ? ഉപദ്രവിക്കില്ല. മരങ്ങൾ മാത്രമല്ല, ഓരോ ദേവതയെ പൂജിക്കുമ്പോഴും ആ ദേവതയോട് ചേർന്ന് ഒരു ജീവജാലം, ഒരു വൃക്ഷം, ഒരു ചെടി, ഒരു പൂവ്. ശിവനെ പൂജിക്കുമ്പോൾ കൂവളത്തെ സ്നേഹിക്കാതെ നമ്മൾ എങ്ങനെയാ ശിവനെ പൂജിക്കുക? പാമ്പിനെ സ്നേഹിക്കാതെ നമുക്ക് എങ്ങനെ ശിവനെ പൂജിക്കാൻ പറ്റും? നന്ദികേശനെ, കാളയെ പൂജിക്കാതെ നമുക്ക് എങ്ങനെ ശിവനെ പൂജിക്കാൻ പറ്റും? ഭസ്മം വിഭൂതി, ആ ഭസ്മത്തെ സ്നേഹിക്കാതെ നമുക്ക് എങ്ങനെ ശിവനെ പൂജിക്കാൻ പറ്റും? വിഷ്ണുവിനെ പൂജിക്കുമ്പോൾ ഗരുഡനെ, പാമ്പിനെ പൂജിക്കാതെ നമ്മൾ എങ്ങനെയാണ് വിഷ്ണുവിനെ പൂജിക്കുക?
തുളസി ചെടിയെ ദേവഭാവത്തിൽ പ്രസീത തുളസി ദേവി എന്ന് പറഞ്ഞ് ദേവീഭാവത്തിൽ തുളസിയെ നമ്മൾ കാണുമ്പോൾ, വിഷ്ണുവിനെ പൂജിക്കുമ്പോൾ തുളസിയെ മറന്നു കളഞ്ഞ് നമുക്ക് എങ്ങനെയാണ് വിഷ്ണു പൂജ ചെയ്യാൻ പറ്റുക? ഗരുഡനെ, പക്ഷികളിൽ ഏറ്റവും കേമനായ ഗരുഡനെ നാം പൂജിക്കുന്നത്. വിഷ്ണു പൂജയിൽ എങ്ങനെയാ ഗരുഡനെ ഒഴിച്ചു നിർത്താൻ പറ്റുക? ഗണപതിയെ പൂജിക്കുമ്പോൾ നമുക്ക് ആന എന്ന് പറയുന്ന, ചുണ്ടലി എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിലെ സസ്തനികളിൽ ഏറ്റവും വലുതും ചെറുതും എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളെയും ഒരുമിച്ച് കണ്ട് ആരാധിക്കുമ്പോൾ അത് ഗണപതി പൂജയാണ്. നമുക്ക് കരിമ്പും സസ്യങ്ങളും അതിൽ പെടുന്നത് കൊണ്ട് ഈ പ്രപഞ്ചത്തെയാണ് ഞാൻ പൂജിക്കുന്നത്, പ്രപഞ്ചേശ്വരനെയാണ് ഞാൻ പൂജിക്കുന്നത്. ഈ വിചാരവും വിശ്വാസവും ഏത് സമ്പ്രദായത്തിലാണ്, ഏത് ജീവിതചര്യയിലാണുള്ളത്? സുബ്രഹ്മണ്യനെ പൂജിക്കുമ്പോൾ മയിലിനെ മാറ്റിവെച്ച് നമുക്ക് സുബ്രഹ്മണ്യനെ പൂജിക്കാൻ പറ്റുമോ? യമനെ ഓർക്കുമ്പോൾ പോത്തിനെ നാം മറന്നു കളയാറില്ല. എന്തുകൊണ്ടാ? ഈ പ്രപഞ്ചത്തിൽ ചെടികൾ, പൂക്കൾ, പുൽകൾ, മരങ്ങൾ, വൃക്ഷലതാദികൾ, പ്രാണികൾ, ജന്തുക്കൾ, സസ്യങ്ങൾ, ഇവിടത്തെ ഏറ്റവും ചെറുതും വലുതുമുള്ള സർവ്വ ജീവജാലങ്ങളെയും പൂജിക്കാൻ ഈ ഹിന്ദു ധർമ്മത്തിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമാണ്. അല്ലാതെ ഭരണഘടനയിലെ മതേതരത്വം കണ്ടല്ല നമ്മൾ ഈ ജീവിത വ്യവസ്ഥ ഉണ്ടാക്കിയത്. ഇത് അനാദിയാണ്, ഇത് അപാരമാണ്, ഇത് അഗാധമാണ്. ഈ ജീവിതചര്യയാണ് ഹിന്ദു സങ്കല്പത്തിന്റെ ഏറ്റവും അടിസ്ഥാനം. അതുകൊണ്ടല്ലേ വൈരാഗ്യ ദശകത്തിൽ ഭർതൃഹരി മനോഹരമായി തന്റെ അവസാനത്തെ ശ്ലോകം പറയുന്നുണ്ട്, ഏറ്റവും സുന്ദരം. ഈ പ്രകൃതിയെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? ഈ പ്രകൃതിയോടുള്ള നമ്മുടെ സമീപനം എന്താ? ഈ പ്രപഞ്ചം എന്ന വാക്ക് തന്നെ പ്രകർഷേണ പഞ്ചത്വം യസ്മിൻ വിദ്യതേ ഇതി പ്രപഞ്ചം. അഞ്ചെന്ന ഭാവം എന്തിലുണ്ടോ അത് പ്രപഞ്ചം. പ്രപഞ്ചം, പ്രകർഷേണ പഞ്ചത്വം എന്തിലുണ്ടോ അതാണ് പ്രപഞ്ചം എന്നത്. എന്താ അഞ്ച് ഭാവം? ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി. പഞ്ചഭൂതാത്മകമാണ് പ്രപഞ്ചം. ഈ പഞ്ചഭൂതങ്ങൾ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല. പ്രപഞ്ചത്തെ നിലനിർത്തണമെങ്കിൽ, പ്രകൃതിയെ നിലനിർത്തണമെങ്കിൽ പഞ്ചഭൂതങ്ങളെ, വെള്ളത്തെ അതിനെ സ്നേഹിക്കണം, മലിനമാക്കരുത്. വെള്ളത്തെ മലിനമാക്കാൻ ഒരു കൊച്ചു കുഞ്ഞ് ശ്രമിക്കുമ്പോൾ മുത്തശ്ശിയുടെ മനസ്സ് വേദനിക്കും. ആ കൊച്ചു കുഞ്ഞ് ഒരു ചെറിയ വലിയ ഒരു കായലിന്റെയോ തോടിന്റെയോ ചെറിയ അരുവിയുടെയോ അടുത്ത് നിന്ന്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ആൺകുട്ടികൾ, അവർ ഈ തോട്ടിലേക്ക് മൂത്രമൊഴിക്കുമ്പോൾ മുത്തശ്ശി നല്ല ഈർക്കടി എടുത്ത് നല്ല അടി കൊടുക്കും. അപ്പോൾ കണ്ടു നിൽക്കുന്നവൻ പറയും, കൊച്ചു കുഞ്ഞല്ലേ, എത്ര മില്ലി ഉണ്ടാവും, തിരിയല്ലേ ഉള്ളൂ, ഇവിടെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമല്ലേ ഒഴുകി പോകുന്നത്. അപ്പൊ മുത്തശ്ശി പറയും, അത് കുറച്ച് മില്ലി ഉള്ളൂ എന്ന് എനിക്കറിയാം, പക്ഷെ ഇന്ന് അവൻ ഈ കുറച്ച് മില്ലിയാണ് ഒഴിക്കുന്നതെങ്കിൽ നാളെ വളർന്നു വരുമ്പോൾ പലതും വലിച്ചെറിയുന്ന കാളിയന്മാരായി തീരാൻ കുട്ടിക്കാലത്ത് തന്നെ ഈ നദിയും വെള്ളവും മുഴുവനും എനിക്ക് ദേവതാഭാവമാണ്. അതുകൊണ്ട് ഹിന്ദു പ്രാർത്ഥിക്കാറുണ്ട്, ഗംഗേജ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി ഗുരു. അത് തോട്ടിലിറങ്ങി മുങ്ങി കുളിക്കുമ്പോഴും കുളത്തിലിറങ്ങി മുങ്ങി കുളിക്കുമ്പോഴും ആ വെള്ളമെടുത്ത് തർപ്പണം ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ചത് ഈ സപ്ത നദികളൊക്കെ ഇതിൽ വന്നു ചേരട്ടെ എന്നാണ്. ആ വെള്ളം ഹിന്ദുവിന് അമൂല്യമായത് ഈ അർത്ഥത്തിലാണ്. വായുവിനോടുള്ള നമ്മുടെ സമീപനം, ഓരോ പഞ്ചഭൂതങ്ങളിലെ ഓരോന്നിനോടുള്ള സമീപനം മാത്രമല്ല, ഭർതൃഹരി പറയുന്നുണ്ട്, ഞാൻ മരണത്തിന്റെ പുന്നാമ നരകത്തിൽ കിടക്കുകയാണ്, ഞാൻ മരിക്കാൻ പോവുക. അപ്പോൾ ഇത്രയും കാലം എന്നെ ഊട്ടി വളർത്തിയ ഈ പ്രകൃതിയോട് ഞാൻ എൻ്റെ ശ്രദ്ധാഞ്ജലി, എൻ്റെ കൈകൂപ്പലുണ്ട്, എൻ്റെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയില് ഭർതൃഹരി അവസാനം എഴുതി വെച്ചു, മാതരം മേദിനി താതമാരുത സഖേ തേജ സുബന്ധോ ജല ഭ്രാതർവ്യോമയേന നിബദ്ധ ഏവം അന്ത്യപ്രണാമഞ്ജലി. ഞാനിതാ, ഹേ അമ്മേ, ഞാൻ ഭൂമിയെ കാണുന്നത് മാതരം മേദിനി, ഈ ഭൂമി എനിക്ക് എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് ഹേ ഭൂമാതാവേ, ഭൂമിയോടുള്ള സമീപനം എന്താ? അമ്മയാണ്. അയം മാതാ പൃഥ്വി പുത്രോഹം പൃഥിവ്യ. ഈ ഭൂമി എൻ്റെ അമ്മയാ. മാത്രമല്ല ഈ ഭൂമിയെ ഞാൻ കാണുന്നത് വിഷ്ണുഭക്തിയായിട്ടാ. അതുകൊണ്ട് വിഷ്ണുഭക്തി നമസ്തുഭ്യം പാദസ്പർശം ക്ഷണസ്വമേ. ഈ ഭൂമിയെ വെറും ജീവനില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച, മണ്ണിന് ജീവനില്ലാത്ത,
ജീവനില്ലാത്ത ഈ ലോകത്തിലെ സർവ്വതും നിന്റെ സുഖത്തിനാണടാ എന്ന് പറഞ്ഞ് സർവ്വതിനെയും ചൂഷണം ചെയ്യാൻ പഠിപ്പിച്ച അവനെ നോക്കിയിട്ട് അവന്റെ ശാസ്ത്രം കേമമെന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മണ്ണിലുള്ള ജീവജാലങ്ങളൊക്കെ പോയി മണ്ണിനെ മണ്ണാക്കി നിലനിർത്തിയ ഒരു മണ്ണിരയെ ഇന്ന് നമുക്ക് കിട്ടൂ. മണ്ണിര പോയി നമ്മുടെ നാട്ടിൽ നിന്ന്. മണ്ണിൽ നിന്ന് പിഴുതു കളഞ്ഞതെല്ലാം മാളിൽ പോയി വാങ്ങാനുള്ള ഒരു വലിയ ഒരു വല്ലാത്ത ഒരു കപട മനോഭാവം നമുക്ക് വന്നു. മണ്ണിലുണ്ടായിരുന്ന കപ്പ മാളിൽ പോയി വാങ്ങിയ വിശേഷം പറയാം നമ്മൾ. മണ്ണിലുണ്ടായിരുന്ന ചേമ്പും ചേനയും നമുക്ക് ഇന്ന് വേണ്ട, നമ്മളത് മാളിൽ പോയി വാങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പറയാ, ഹേ ഭൂമാതാവേ മാതർമേദിനി താതമാരുത, ഹേ അച്ഛനായ കാറ്റേ വായുവിനെ എന്റെ അച്ഛനായി പിതൃഭാവത്തിലാണ് ഞാൻ പൂജിച്ചിരുന്നത്. മാത്രമല്ല സഖേ തേജ, അല്ലയോ സഖാവായ അഗ്നിദേവ, എന്റെ കൂട്ടുകാരനാണ് അഗ്നി. സഖേ തേജ സുബന്ധോ ജല, അല്ലയോ സുഹൃത്തായ ജലമേ, എന്റെ ബന്ധുക്കളാണ് ജലം, എന്റെ ബന്ധുവായി കാണുന്നു. എന്നിട്ട് പറഞ്ഞു ഭ്രാതർവ്യോമ, എന്റെ സഹോദരനാണ് എനിക്ക് ആകാശം. ആകാശത്തെ ഞാൻ കാണുന്നത് എന്റെ സഹോദരനായിട്ടാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ഈ ഭൂതങ്ങളെല്ലാം എന്റെ കുടുംബത്തിലെ അമ്മയും അച്ഛനും സഹോദരനും സുഹൃത്തും ഒക്കെയായി കാണുന്ന ഈ വിദ്യാഭ്യാസം, ഇതല്ലേ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പ്രകൃതിയോട്, മണ്ണിരയോട്, ഇവിടുത്തെ ചെടികളോട് എങ്ങനെ സമീപിക്കണം എന്ന് പറയുന്ന ഈ ജീവിത വ്യവസ്ഥ, ഈ ജീവിത നിയമം, ഇതാണ് സനാതന ധർമ്മം. ഈ ധർമ്മമാണ് ഇല്ല, ഇതിനെ നശിപ്പിക്കണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ മൂല്യങ്ങളില്ല. മണ്ണല്ലാതാകും, മനുഷ്യനല്ലാതാകും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മളെ പോഷിപ്പിക്കേണ്ടതെല്ലാം നമ്മളിൽ നശിപ്പിക്കും. അതുകൊണ്ട് ഈ ഹിന്ദു ധർമ്മം, ഈ സനാതന ധർമ്മം, ഈ ജീവിത പദ്ധതിയെ നമ്മൾ നിലനിർത്തണം. അതിലാണ് സർവസ്വവും ഉള്ളത് എന്ന് മാത്രം ഒന്ന് മനസ്സിൽ വെക്കുക. ഒരു 5 മിനിറ്റ് കൂടി സമയം, അപ്പൊ 9:10 ആവും. അതൊരു വിഷമം വിചാരിക്കരുത്, ഇതൊന്ന് അവസാനിപ്പിക്കണമല്ലോ. അതുകൊണ്ട് സർവമേഖലയിലും ഈ ഹിന്ദു ജീവിത പദ്ധതിയാണ്. സർവ്വതിലും ഹിന്ദുത്വമാണ്. നമുക്ക് സംശയമരുത്. കാരണം ഈ ഹിന്ദുത്വമാണ്, ഹൈന്ദവീയതയാണ് സർവ്വതിലുമുള്ളത് എന്ന് പറഞ്ഞത് നമ്മുടെ പൂർവികന്മാരാണ്. അത് ചില പൂർവികന്മാരുടെ വാക്കുകളെ കടമെടുത്ത് നമ്മൾ മനസ്സിലാക്കണം. ഈ നാടിന്റെ അസ്മിത, അതിന്റെ സ്വത്വഭാവം ഹിന്ദുത്വമാണ്. നേരത്തെ പറഞ്ഞ മതം എന്ന അടിസ്ഥാനത്തിലുള്ള ശുഷ്കമായ ഹിന്ദുത്വം ഹിന്ദു മതമൊന്നുമല്ല. ഈ ജീവിത വ്യവസ്ഥയെ പറയുന്ന പേരാണ് ഹിന്ദുത്വം. അത് ഭാരതത്തിന്റെ ആത്മാവാണ്. അത് നഷ്ടപ്പെട്ടതിന്റെ ഭാരതവുമില്ല. ഇത് പറഞ്ഞത് അരവിന്ദ ഘോഷ്, മഹർഷി അരവിന്ദനാണ്. മഹർഷി അരവിന്ദന്റെ മനോഹരമായ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയുന്നു, ഇന്ത്യ മഹത്തരമാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം സനാതനധർമ്മം മഹത്തരമാണ് എന്നാണ്. ഭാരതം എന്ന് പറഞ്ഞില്ല, അത് ഇന്ത്യ എന്നാ പറഞ്ഞത്. എന്നാൽ പിന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാമല്ലോ. ഭാരതം എന്ന് പറഞ്ഞെങ്കിൽ സവർണ ഫാസിസ്റ്റ് എന്നൊക്കെ പറയായിരുന്നു. അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ മഹത്തരമാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം സനാതനധർമ്മം മഹത്തരമാണ് എന്നാണ്. ഈ ധർമ്മത്തിന് വേണ്ടിയാണ്, ഈ ധർമ്മം മൂലമാണ് ഈ ഭാരതം നിലനിൽക്കുന്നത്. എങ്ങനെയാ നിലനിൽക്കുന്നത്? അദ്ദേഹത്തിന് ഒരു സംശയവുമില്ല. അരവിന്ദ ഘോഷ് എന്ന് പറയുന്ന മഹർഷി അരവിന്ദനെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ വ്യക്തിത്വം. 1920 ആഗസ്റ്റ് മാസം 1-ാം തീയതി ബാലഗംഗാധര തിലകൻ അന്തരിച്ചതിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഒരു നേതാവില്ലാതിരുന്നപ്പോൾ അധ്യക്ഷ പദവിയിലേക്ക് വെച്ച് നീട്ടുവാൻ വേണ്ടി കൊണ്ടുവന്ന വ്യക്തിത്വമായിരുന്നു അരവിന്ദ ഘോഷ്. അദ്ദേഹം അത് സ്വീകരിച്ചില്ല. മറിച്ച് വിവേകാനന്ദ സ്വാമികളിൽ അതീവമായ ഭക്തി, സർവം വാസുദേവമയം എന്ന സങ്കല്പത്തിൽ അദ്ദേഹം പോണ്ടിച്ചേരിയില്, പുതുച്ചേരിയില് അവിടെ ഒരു ആശ്രമമൊക്കെ സ്ഥാപിച്ച് ആധ്യാത്മികമായി അരവിന്ദ ഘോഷ് മഹർഷി അരവിന്ദനായി. അദ്ദേഹത്തിന് മഹർഷി പദവി കൊടുത്തത് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയും അല്ല കേട്ടോ, ഇവിടുത്തെ സമൂഹം കൊടുത്ത പേരാണ്. ഇവിടുത്തെ സമൂഹം തലമുറകളായി കൈമാറിയിട്ടുള്ള വിജ്ഞാന സ്രോതസ്സിനെ അതിന് വിളിക്കുന്ന പേരാണ് മഹർഷി. ആ അരവിന്ദ ഘോഷ് പറയുന്നു, ആ സനാതന ധർമ്മമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദേശീയത.
ഇന്ത്യയുടെ ദേശീയത എന്താ? സനാതനധർമ്മമാണ്. അതുകൊണ്ട് ഈ സനാതനധർമ്മം കൊണ്ടാണ് അത് ജനിച്ചത്, അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്, അതുകൊണ്ടാണ് അത് വളരുന്നത്. സനാതനധർമ്മം അപജയപ്പെട്ടാൽ, നശിച്ചാൽ ഇന്ത്യ നശിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. ഇത് പഠിക്കേണ്ടത് സ്റ്റാലിന്റെ പുത്രനാണ്. കാരണം ഈ സനാതനധർമ്മം നശിച്ചാൽ ഇന്ത്യ നശിക്കും. ഇന്ത്യ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ സനാതനധർമ്മത്തെ നശിപ്പിക്കും എന്ന് പറഞ്ഞത് സംശയം വേണ്ട. 920കളോട് ചേർന്ന് അരവിന്ദ ഘോഷ് എന്ന മഹർഷി അരവിന്ദൻ പറഞ്ഞതാണ്. ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ ഹിന്ദുയിസം, ഹിന്ദുത്വത്തെ വർണ്ണിച്ചിട്ടുണ്ട്. ആ വർണ്ണന നമ്മൾ മനസ്സിലാക്കണം. ഹിന്ദുയിസം ഒരേ സമയം സംസ്കാരവും മതങ്ങളുടെ സംഘാതവുമാണ്. എന്താ പറഞ്ഞത്? ഹിന്ദുയിസം ഒരേ സമയം സംസ്കാരവും അത് മതങ്ങളുടെ സംഘാതവുമാണ്. അത് മതം എന്നല്ല ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ പറഞ്ഞത്. അതിവിടത്തെ ഒരു ഹിന്ദുവും മതമേലധ്യക്ഷനും പറഞ്ഞതല്ല. അതുകൊണ്ട് അത് മതങ്ങളുടെ സംഘാതവുമാണ്. അതിനൊരു തുടക്കമോ അതിനൊരു സ്ഥാപകനോ ഇല്ല. ഹിന്ദു മതം സ്ഥാപിച്ച ആരുമില്ല. അത് എന്ന് തുടങ്ങി? ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ആരംഭിച്ചപ്പോ പറഞ്ഞു അതിന് 10,000 ആണ്ടുകളുടെ പഴക്കമുണ്ട്. അങ്ങനെ പറയാനേ പറ്റൂ. അത് എന്ന് തുടങ്ങി എന്നറിയില്ല. അതുകൊണ്ട് ആ ഹിന്ദുത്വം, ഹൈന്ദവീയത അത് അനിർവചനീയമാണ്. അതിനെ നിർവചിക്കാനും സാധ്യമല്ല. എന്ന് വെച്ച് അങ്ങനെ ഒന്നുണ്ടോ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട. ഹിന്ദുത്വം സർവ്വവ്യാപിയാണ്. ഇന്ത്യയുടെ ആത്മാവാണ് ഹിന്ദുത്വം. അതൊരു ജീവിത രീതിയാണ്. ശരിയായ അർത്ഥത്തിൽ നോക്കിയാൽ സർവ്വമതങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന സർവഗ്രാഹിയാണ് ഹിന്ദുത്വം. ഇത് പറഞ്ഞത് ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ. ഇതേ ഹിന്ദുത്വത്തെ കുറിച്ച് കവികൾ എന്താ പറഞ്ഞത്? വയലാർ ഏറ്റവും ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. വയലാറിന്റെ ആദ്യകാലത്തുള്ള വയലാറിന്റെ കവിതകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടല്ലോ വയലാർ അങ്ങട് നോക്കി നിൽക്കുന്ന ആളാണെന്ന്. അങ്ങനെയൊന്നല്ല. വയലാർ ഏറ്റവും ഭംഗിയായി ഈ നാടിന്റെ തനിമയെ കുറിച്ച് പറയുക. വയലാറിനോട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആദർശം, ആശയം, അസ്മിത എന്താണെന്ന്. വയലാർ അങ്ങനെ എഴുതി വെച്ചതായിരിക്കണം സർഗസംഗീതം. സർഗസംഗീതം എന്നുള്ള കവിത 5 മിനിറ്റൊക്കെ ചൊല്ലാൻ യൂട്യൂബ് എടുത്താൽ നമുക്കൊക്കെ കിട്ടും. അതിന് ആദ്യത്തെ ഒരു സ്റ്റാൻസ് നോക്കൂ. എന്താ നിങ്ങളുടെ ജീവിത ആശയം? എന്താ വയലാർ? വയലാറിനൊരു സംശയമില്ല. അദ്ദേഹം സർഗസംഗീതത്തിൽ മനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുലിനോപാന്തപ്രദേശങ്ങളിൽ ആരന്തർമുഖമീ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ടവരിലെ ചൈതന്യമെൻ ദർശനം. എന്താ എന്റെ ദർശനമെന്നോ? ആരണ്യാന്തര ഗഹ്വര ഉദര തപസ്ഥാനങ്ങളിൽ. വലിയ കാട്, കാടിനുള്ളിൽ ഒരു ഗുഹ, ഗുഹയ്ക്കുള്ളിൽ അതിന്റെ ഉള്ളിൽ തപം ചെയ്ത ഋഷിമാർ. ആരണ്യാന്തര ഗഹ്വര ഉദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുലിനോപാന്തപ്രദേശങ്ങളിൽ ആര് അന്തർമുഖമായി ഇരുന്നു? ഋഷിമാർ തപം ചെയ്തത് ബാഹ്യപ്രപഞ്ചത്തിലെ ഈ ദൃശ്യവിസ്മയങ്ങളെ നോക്കിയിട്ടല്ല. അവർ തപം ചെയ്തത് ഉള്ളിലേക്ക് നോക്കിയിട്ടാണ്. ഉള്ളിൽ നോക്കി അവർ 3 ചോദ്യം ചോദിച്ചു. നേരത്തെ ഇവിടെ 3 ചോദ്യങ്ങൾ ഉന്നയിച്ച് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചം അത് എവിടെ നിന്ന് വന്നോ, എന്തിനാണ് നിലനിൽക്കുന്നത്, അത് എവിടെയാണ് ചെന്ന് വിലയിക്കുന്നത്? ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നേടി പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ടവരിലെ ചൈതന്യമെൻ ദർശനം. ആ ഋഷിമാരുടെ, ആ വിജ്ഞാന സ്രോതസ്സുകളുടെ ചൈതന്യമാണ് എന്റെയും ദർശനം എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിന്റെ അസ്മിത, അതിന്റെ തത്വം ഹിന്ദുത്വമല്ല, ഹൈന്ദവീയതയല്ല എങ്കിൽ പിന്നെന്താ? അതുകൊണ്ട് അദ്ദേഹം അവസാനം എഴുതിയ സിനിമാ പാട്ടൊക്കെ നമുക്കറിയില്ലേ? ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഈശ്വര വിശ്വാസമില്ല, ഈശ്വരനെയും എനിക്ക് ഇഷ്ടമില്ല, ആയിരിക്കണതാണ് നിങ്ങളുടെ കൃഷ്ണൻ എന്നൊക്കെ. എന്തിനാ പങ്കെടു പോണത്? എനിക്ക് വിശ്വാസമില്ലാത്ത ഇടത്ത് ഞാൻ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ വയലാറിനോട് ചോദിച്ചു, നിങ്ങൾക്ക് അതൊന്നും ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്താ അവിടെ പോയി ചെയ്യാൻ പോണത്? ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, എന്നിട്ടോ അവിടുത്തെ ഗോപുരവാതിൽ ഞാൻ തുറക്കും, ഗോപകുമാരനെ ഞാൻ കാണും, ആ ചെഞ്ചുണ്ടിൽ ഞാൻ ഒരു മുത്തം നൽകും, ആ മുരളിക ഞാൻ പിടിച്ചു വാങ്ങും, അതിൽ ലയിച്ച് ഞാൻ അതായിത്തീരും, ഭക്തൻ ഭഗവാനായിത്തീരുന്ന വിശേഷമായൊരു ജീവിതക്രമത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഈ വയലാർ ഏത് തത്വത്തെ കുറിച്ചാണ് നമ്മളോട് പറഞ്ഞേ? പി ഭാസ്കരനെ നമുക്ക് എല്ലാവർക്കും അറിയാം.
പി ഭാസ്കരൻ ഈ വയലാറിനെ പോലെ തന്നെ കൊയ്ത്ത് കഴിഞ്ഞ മീനമാസത്തിൽ കൂർത്ത ആ കച്ചിത്തുരുമ്പിൽ കാല് വിണ്ടുകീറിയ ചോര ചിന്തിയ വിപ്ലവാവേശമായിരുന്നു സാക്ഷാൽ പി ഭാസ്കരനും വയലാറും ഒക്കെ. പടപ്പാട്ടുകാരായി കാലങ്ങളോളം ചുട്ടുവിതച്ച വിപ്ലവത്തിന്റെ തീക്കാറ്റുകൾ ആ അഗ്നിപഥത്തിലൂടെ നടന്നു നീങ്ങിയിട്ടുള്ള പി ഭാസ്കരൻ തന്റെ വീക്ഷണത്തെ കുറിച്ച്, ആശയത്തെ കുറിച്ച് പി ഭാസ്കരന്റെ മനോഹരമായ ഒരു കവിതയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എന്താ നിങ്ങളുടെ ആദർശം പി ഭാസ്കരൻ എന്ന് ചോദിച്ചപ്പോൾ ആ മനോഹര ഗാത്രമുള്ള മനോഹരമായ വാണികൾ പറയുന്ന മധുരകരമായ വാക്കുകൾ പറയുന്ന പി ഭാസ്കരന്റെ മനോഹരമായ വാക്കുണ്ട്. പണ്ടീ പവിത്രയാം ആരാമവേദിയിൽ പണ്ഡിത ശ്രേഷ്ഠരാം ഉദ്യാനപാലകർ നിസ്തുല കാവ്യ പ്രസംഗ പ്രതിഭകൾ നിത്യഹരിതമാം നീലകുഞ്ചങ്ങളിൽ നട്ടു നനച്ചു വാങ്കുരമാക്കിയ പുഷ്ടവിജ്ഞാനമെൻ ജീവിത പൈതൃകം. ആരണ്യം കാടുകളിൽ തപം ചെയ്ത ഋഷിമാർ ഉണ്ടാക്കിയ ആ വിജ്ഞാനമുണ്ടല്ലോ, അതാണ് എന്റെ പൈതൃകമെന്ന് പി ഭാസ്കരൻ പറഞ്ഞാൽ അത് ഏതൊരു ജീവിത രീതിയാണ്. ആനി ബസന്റ് 1905 കാശിയിലെ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്, നമ്മൾ വായിച്ചെടുക്കണം. സുഭാഷ് ചന്ദ്രബോസ് തന്റെ ആത്മകഥയിൽ എഴുതി വെച്ച ഭാരതത്തിന്റെ അസ്തിത്വം, അതിന്റെ സിമെന്റിംഗ് ഫോഴ്സ് എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കും നമ്മളൊന്ന് വായിച്ചെടുക്കണം. ലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞിട്ടുള്ളത്, മനോഹരമായ സാഹിത്യത്തിന്റെ ഉത്തുംഗ സംഘത്തിൽ നിന്നുകൊണ്ട് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എഴുതിയ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഒരൊറ്റ നോവൽ സശ്രദ്ധം വായിച്ചാൽ ഈ നാടിന്റെ അസ്മിതയെ കുറിച്ച് പറയുന്നത് കേൾക്കാം. എന്തിന് തായാട്ട് ശങ്കരന്റെ വാക്കുകൾ, സി അച്യുതമേനോന്റെ വാക്കുകൾ, കാറൽ മാക്സിന്റെ വാക്കുകൾ, ഈ ഹിന്ദുസ്ഥാനത്തിലെ ഹിന്ദുക്കൾ ഒരുമിച്ച് ചേർന്ന് ബ്രിട്ടനെതിരെ പടമുരുതണം എന്ന് പറഞ്ഞ സാക്ഷാൽ കാറൽ മാക്സ് പറഞ്ഞതും നമ്മളൊന്ന് വായിച്ചെടുക്കണം. മാത്രമല്ല സാക്ഷാൽ നേതാജിയുടെ വാക്കുകൾ, മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ എല്ലാം നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ നാടിന്റെ അസ്മിത, ഈ നാടിന്റെ സങ്കല്പം എല്ലാം അങ്ങനെയാണ്. ഇവിടുത്തെ കവിതകൾ, ഇവിടുത്തെ കലകൾ, ഇവിടുത്തെ സാഹിത്യം, ഇവിടുത്തെ തത്വശാസ്ത്രം, ഇവിടുത്തെ എല്ലാം ഏതും എടുത്തു നോക്കിയാൽ എല്ലാത്തിന്റെ പിന്നിലും ഈ ഹിന്ദുത്വം, ഹൈന്ദവീയത എന്ന ഈ വിശാലമായ ജീവിത വ്യവസ്ഥയുണ്ട്. ഇതിന്റെ ഈശ്വര സങ്കല്പവും അങ്ങനെയാണ്. ഇങ്ങനെ നമ്മളൊന്ന് സനാതനധർമ്മം കാലാധിപത്യമായി നിലനിൽക്കുന്നത് അതിന്റെ ആന്തരികമായ ചോദനയുണ്ട്, അതിന്റെ പ്രപഞ്ചത്തിനോടുള്ള വീക്ഷണമുണ്ട്, അതിന്റെ ജീവിത രീതിയുണ്ട്. അതൊരു ധർമ്മമാണ്, സംസ്കാരമാണ്. മതത്തിന്റെ വേലി അങ്ങനെ കെട്ടിയിട്ടുള്ള ശുഷ്കമായ ചിന്തയില്ല. ഇവിടത്തെ തത്വജ്ഞാനികളും പണ്ഡിതന്മാരും ഒക്കെ ഈ ധർമ്മത്തെ, ഈ ജീവിത രീതിയെ കുറിച്ചാണ് നമ്മളോട് പറഞ്ഞത്. അതിന് ഈശ്വര സങ്കല്പം എല്ലാം വെച്ച് നോക്കിയാൽ ഈ ജീവിത വീക്ഷണമാണ് സനാതനധർമ്മം. അതുകൊണ്ട് തന്നെയാണ്, അത് വിശാലമായതുകൊണ്ട് തന്നെയാണ് ത്രികാലങ്ങളിലും ബാധിക്കാത്ത, അത് കാലാതിവർത്തിയായി നിലനിൽക്കുന്നതിന്റെ കാരണവും ഈ വിശാലമായ ധർമ്മത്തിന്റെ, സംസ്കാരത്തിന്റെ ഭാഷയാണ് അതിൻ്റെ എന്ന് മാത്രമാണ്. നിരവധി വിശേഷണങ്ങൾ, കാരണം 2, 3, 4 മണിക്കൂർ പറഞ്ഞാൽ തീരാത്ത അത്രയും വിശേഷണങ്ങളുണ്ട്. 17-18 വിശേഷണങ്ങളിൽ 3 വിശേഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ വിവിധ നിൽപ്പുതലകളിൽ നിന്ന് പറയാൻ ശ്രമിച്ചത്. എൻ്റെ മുന്നിലിരിക്കുന്ന പ്രൗഢരായ, കാരണം ഒരു 40 വയസ്സിന് താഴെയുള്ള ഒരു വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും അറിവിലേറ്റവും ഉയർന്നവർ, ജീവിതത്തിൽ ഇത്രയും കാലത്തെ തൻ്റെ അറിവുകളെല്ലാം സംശീകരിച്ചിട്ടുണ്ട്, വലിയ അധ്യാപകരായി, പ്രധാനാധ്യാപകരായി ഒക്കെ സേവനം അനുഷ്ഠിച്ചവർ, വിവിധ തുറകളിൽ ജോലി ചെയ്യുന്നവർ, നല്ലപോലെ വായിക്കുന്നവർ, അക്ഷരത്തെ, ഓരോ അക്ഷരത്തെയും മന്ത്രം ഉച്ചരിക്കുന്ന പവിത്രതയോടുകൂടി വായിച്ച് ആ അക്ഷരങ്ങളെ സ്വയം സ്വീകരിച്ചിട്ടുള്ള മഹാത്മാക്കൾ, ശ്രേഷ്ഠന്മാർ എല്ലാവരും ഇരിക്കുന്ന ഒരു സഭയിൽ ഈ ഒരു വിഷയം എന്താ പറയുക, ഒരു ചിതറിയ കുറെ വാക്കുകൾ കൊണ്ട് പറയാനാണ് ശ്രമിച്ചത്. അത് നമ്മളൊന്ന് ശ്രദ്ധാപൂർവം അതിൽ ചിലതെല്ലാം ഒന്ന് എടുത്ത് കൂടുതൽ നന്നായി പഠിക്കാനൊക്കെ നമുക്ക് സാധിക്കണം. അതിനുള്ളൊരു സമയമായിട്ട് നമ്മളുടെ ഈ ഒരു ഒരുമിച്ച് കൂടല് മാറണം, ആകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് 9:16 കുഞ്ഞുണ്ണി മാഷൊരു വാക്കുണ്ട്, അധികം പറയുന്നത് മൂലയും പറയുന്നു. അതുകൊണ്ട് അധികം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് 1 മണിക്കൂർ 20 മിനിറ്റ് ആണ് പറയാൻ ശ്രമിച്ചത്.
എന്തായാലും കേട്ടിരുന്ന ഈ ഒരു സാക്ഷാൽ ഏതൊരു ശാസ്ത്രഭാവമാണോ സർവ്വതിനെയും ശാസനം ചെയ്യുന്നത്, ആ സർവ്വത്തിനെയും പിന്നിലുള്ള ആ ശാസനരൂപിയായി നിൽക്കുന്ന ധർമ്മശാസ്താവിൻ്റെ ചൈതന്യമുള്ള ഈ ഒരു ഇടം, ഇവിടെയുള്ള നല്ല ജനങ്ങൾ, ആളുകൾ, വീട്ടുകാർ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ആ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ. നല്ലപോലെ നമുക്ക് ഉയരാനും ഉണരാനും പറ്റട്ടെ. പക്ഷെ ഒറ്റ കാര്യത്തിൽ നമ്മൾ തീരുമാനമെടുക്കണം, കോടി കോടി പണം സമ്പാദിക്കണം. എത്രത്തോളം പണം ഉണ്ടാക്കാൻ പറ്റും അത്രയും പണം ഉണ്ടാക്കണം. ഒന്നിലധികം ജോലികൾ ചെയ്യാൻ നമ്മൾ നമ്മുടെ മക്കളെ പ്രാപ്തരാക്കണം. കോടി കോടി പണം സമ്പാദിക്കണം. പണം സമ്പാദിക്കാതെ ഇതൊന്നും വേണ്ട, ഒന്നും വേണ്ട ആരും പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. പണം നിസ്സാരം, ഭൂമി നിസ്സാരം, ആകെ കുറെ സ്വർണ്ണമുണ്ട്, ഒരു ഗുണമില്ല. ഭൂമികളായ ഭൂമികൾ അത്രയും വാങ്ങിക്കൂട്ടാൻ ഒന്ന് പരിശ്രമിക്കും. സമ്പന്നമായ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കൂട്ടും, ജോലി ചെയ്യും, നല്ലോണം പണം ഉണ്ടാക്കും. എന്തിനാ ഇതൊക്കെ? ഇതൊക്കെ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകാനല്ല പണം ഉണ്ടാക്കണത്, കൊടുത്തു പോകാനാണ്. എന്തെങ്കിലുമൊക്കെ കൊടുത്തു പോകണ്ടേ? ഈ ദാരിദ്ര്യം പറഞ്ഞിരുന്നത് കൊണ്ട് എന്ത് കാര്യമുണ്ട്? അതുകൊണ്ട് ദയവ് ചെയ്ത് കോടി കോടി പണം ഉണ്ടാക്കുക. നമ്മുടെ ബാങ്ക് ബാലൻസ് 1 കോടി പ്ലസ് ഉണ്ടാകുന്ന തരത്തിലേക്ക് നമ്മൾ വളരുക. ഒക്കെ നമുക്ക് സുഖിക്കാനല്ല, ഒരു 10 രൂപ ഒരാൾ ചോദിച്ചാൽ കൊടുക്കാൻ വേണ്ട കയ്യിൽ. അതുകൊണ്ട് ശതഹസ്തേന സമാഹാര സഹസ്രഹസ്തേന ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു കൈകൾ കൊണ്ടെങ്കിലും കൊടുക്കാൻ ഒരു മനസ്സ് കാണിക്കുക. അങ്ങനെ പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ പിന്നിൽ പോകരുത്. 2, എല്ലാ ദിവസവും ഒരു 24 മിനിറ്റ് എന്തെങ്കിലും ഒരു പുസ്തകം വായിക്കുക. എത്ര മിനിറ്റ്? 24 മിനിറ്റ്. എല്ലാ ദിവസവും 24 മിനിറ്റ് ഒരു പുസ്തകം, എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം വായിക്കുക എന്ന കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകും. ഞാൻ മൊബൈലിൽ നോക്കുന്നുണ്ട്, ഒരു കാര്യമില്ല, ഒന്നും സംഭവിക്കില്ല. പുസ്തകം തന്നെ, വെളുത്ത പ്രതലത്തിലെ കറുത്ത അക്ഷരങ്ങൾ നമ്മുടെ കണ്ണൊന്ന് കാണട്ടെ, അതൊന്ന് വായിക്കും. 2, സാധിക്കുന്നതും ഒരു 24 മിനിറ്റ് എന്തെങ്കിലും വ്യായാമം ചെയ്യുക. എന്തെങ്കിലും, ഞാൻ പണിയെടുക്കുന്നുണ്ട്, കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്, അപ്പൊ ഞാൻ വ്യായാമം ചെയ്യണം. പണിയെടുത്താൽ നിങ്ങളുടെ ഊർജ്ജം പോവും, വ്യായാമം ചെയ്യുന്നത് ഊർജ്ജം കിട്ടും. എന്താ വ്യായാമം പണിയെടുക്കുന്നതിനുള്ള വ്യത്യാസം? പണിയെടുത്താൽ നിങ്ങളുടെ ഊർജ്ജം പോവും, നിങ്ങൾ ക്ഷീണിതനാകും. വ്യായാമം ചെയ്താൽ നമുക്ക് ഊർജ്ജം കിട്ടും, നമ്മുടെ ക്ഷീണം മാറും. അതുകൊണ്ട് പണിയെടുക്കണമെന്നുള്ള തട്ടിപ്പൊന്നും വേണ്ട. സാധിക്കുന്നത് കുറച്ച് സമയം, 5 മിനിറ്റ് കിട്ടിയത് 5 മിനിറ്റ്, 5 മിനിറ്റ് കിട്ടി കഴിഞ്ഞാൽ 5 മിനിറ്റ് വ്യായാമം ചെയ്യണം. വീണ്ടും 2 നാഴിക 24 മിനിറ്റ് എന്തെങ്കിലും ഒരു നാമം ജപിക്കുക. ഏതെങ്കിലും ഒരു സഹസ്രനാമം ഇല്ല, നീ അറിയില്ല. സ്വാമിജിയുണ്ട്, ആശ്രമം അടുത്ത് തന്നെയാണ്, ആശ്രമം അടുത്ത് തന്നെയാണ്. എന്തെങ്കിലും ഒരു നാമം, എന്തെങ്കിലും ഒരു ഉപാസന. ഇനി ഒന്നുമില്ല, കുളി കഴിഞ്ഞാൽ 2 മിനിറ്റ് ഇരിക്കൂ, ഒന്ന് ഇരിക്കൂ, 1 മിനിറ്റ് തയ്യാറായി 1 മിനിറ്റെങ്കിലും ഒന്ന് കുളി കഴിഞ്ഞ് ഇരിക്കുക, ഒന്ന് കണ്ണടയ്ക്കുക, ഒരു ഇഷ്ടദേവതയെ ഒന്ന് മനസ്സിൽ കാണുക, മതി, അത്രയെങ്കിലും ഒന്ന് ചെയ്യും കേട്ടോ. അതുകൊണ്ട് 3 ഗുളികയിൽ 24 മിനിറ്റ്, 24 മിനിറ്റ് വായിക്കണം, 24 മിനിറ്റ് വ്യായാമം ചെയ്യണം, 24 മിനിറ്റ് എന്തെങ്കിലും ഒരു ഉപാസന കാര്യം ചെയ്യണം. മൊത്തത്തിൽ പണം സമ്പാദിക്കണം, ധാർമ്മികമായിട്ട് കിട്ടാം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. പണം നല്ലോണം, എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കണം. ഇതൊക്കെ നമ്മുടെ പൂർവികർ ചെയ്യാൻ പറഞ്ഞതാണ്. ഇതിനോടൊക്കെ കൊഞ്ഞനെ കൂട്ടി നടന്ന് അവനെ കുറ്റം പറയുക. കണ്ട അവൻ സ്ഥലം മേടിച്ചു കൂട്ടണത്, കണ്ട അവൻ്റെ പള്ളി പോകണ പൊങ്ങല്, ഇതെന്തിനാണ് നമുക്കുണ്ടാക്കിക്കൂടെ? അതുകൊണ്ട് അവനവന്റെ മേന്മ പറയും, മറ്റുള്ളവന്റെ കുറ്റം പറയുന്നതിൽ നല്ലത് അവനവന്റെ മേന്മയെ നമുക്ക് വളർത്തിയെടുക്കണം. അതുകൊണ്ട് 3 ഗുളിക മറക്കരുത്. 24 മിനിറ്റ് 24 മിനിറ്റ് 24 മിനിറ്റ് പണി, 2 ജോലി ചെയ്തു, 16 മണിക്കൂർ കഷ്ടപ്പെട്ട് പണിയെടുക്കും. പണം ഉണ്ടാക്കും, പണം. ഈ കുത്തി പിടിച്ച് കുത്തി ഇരുന്നാൽ ഒരു പണം ഉണ്ടാവില്ല. 16 ആൺകുട്ടിയും പെൺകുട്ടിയും 10-40-50 വയസ്സ് വരെ കഷ്ടപ്പെട്ടാണ്ട് പണിയെടുക്കും, കൊടുത്തു പോകാനുള്ളതാണ്.
കൊടുത്തു പോകുമ്പോൾ 10 സെന്റ് ഉള്ളിൽ 20 സെന്റായിട്ട് കൊടുത്തു പോകണം. എല്ലാം വിറ്റു മോനെ, ഇനി ഒന്നും വിൽക്കാനില്ല കേട്ടോ എന്ന് പറഞ്ഞു പോകരുത്. എത്രയാണോ നമുക്ക് പാരമ്പര്യമായി കിട്ടിയത് അതിന്റെ ഇരട്ടി കൊടുക്കണം. ഇരട്ടി കൊടുത്തില്ലെങ്കിലും 1 സെന്റെങ്കിലും കൂട്ടിയിട്ട് കൊടുക്കണം. അങ്ങനെ സമ്പന്നമായ ഒരു സമൂഹമായിട്ട് നമുക്ക് മാറണം. അതിനും കൂടി ഒരു ശ്രദ്ധ ഉണ്ടാകണമെന്ന് മാത്രം പ്രാർത്ഥിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.